അതായത് നമ്മൾ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ക്ലാസ്സുകൾ ഇല്ലാതിരുന്നതല്ലേ, അതായത് എന്റെ ക്ലാസ്സുകൾ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ഫാമിലി ആൻഡ് മാരേജ്. നോട്ട് എഴുതുന്നോ നിങ്ങൾ? അതോ ഞാൻ പിന്നെ നോട്ട്സ് തന്നാ മതിയല്ലോ? നോട്ട്സ് കൂടി എഴുതി പോകുന്നുണ്ട് ചെറുതായിട്ട്. ഓക്കെ ഓക്കെ. അതായത് ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ഫാമിലി ആൻഡ് മാരേജ്, പിന്നെ തിയററ്റിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ഫാമിലി കൗൺസിലിംഗ് ആൻഡ് സിസ്റ്റം തിങ്കിങ്. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ വേദപുസ്തക അടിസ്ഥാനത്തില് നമ്മൾ ഫാമിലിയെയും അല്ലെങ്കിൽ കുടുംബത്തെയും വിവാഹത്തെയും എങ്ങനെ കാണുന്നു എന്നുള്ളതും, പിന്നെ ഇതുമായിട്ട് ഫാമിലി കൗൺസിലിംഗിൽ ഒരു തിയററ്റിക്കൽ ബേസിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകും. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് ഫാമിലി? വാട്ട് ഈസ് ഫാമിലി? അപ്പൊ നമ്മൾ എന്ത് മറുപടിയാണ് പറയുന്നത്? നമ്മൾ എന്താ പറയുന്നത്? പറയുന്നില്ല എങ്കിൽ ഞാൻ പറഞ്ഞു തുടങ്ങാം. ഫാമിലി ഈസ് ദ സ്മോളസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. അതായത് ദൈവം സ്ഥാപിച്ച ഏറ്റവും ചെറിയതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു സാമൂഹിക സ്ഥാപനമാണ് കുടുംബം. അല്ലേ? നമുക്കതിനെ അറിയാം. നമ്മൾ പറയാം ദൈവം സ്ഥാപിച്ച ഏറ്റവും ചെറിയതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു സാമൂഹ്യ സ്ഥാപനമാണ് കുടുംബം. അത് എങ്ങനെയുണ്ട്? വിവാഹം മൂലം കുടുംബം ഉണ്ടാകും, അല്ലേ? കല്യാണം കഴിക്കുമ്പോഴല്ലേ ഭാര്യ ഭർത്താവും ആ ഒരു കുടുംബത്തിൽ അംഗമാകാം. ജനനം, കുട്ടികൾ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യാം? ആ കുടുംബത്തിലെ അംഗമാകുന്നു. പിന്നെ രക്തബന്ധം, സഹോദരങ്ങൾ വരുമ്പോഴും എന്താ ചെയ്യുന്നു? ആ കുടുംബത്തിലെ അംഗമാകുന്നു. നമ്മള് അത് കൂടാതെയും രക്തബന്ധം ഇല്ലെങ്കിലും ഒരു കുടുംബ ബന്ധത്തിലെ അംഗമാകാം. കുഞ്ഞുങ്ങളില്ലാത്തവർ എന്ത് ചെയ്യുന്നു? അഡോപ്ഷൻ ഒക്കെ ചെയ്യത്തില്ലേ? ദത്തെടുക്കലില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ വഴിയും നമ്മൾ എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗമാകും. എന്നിവയിലൂടെ ബന്ധമുള്ള ആളുകൾ ഒരുമിച്ച് ജീവിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ഉത്തരവാദിത്തങ്ങൾ പങ്കിടുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് കുടുംബം. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ദൈവം സ്ഥാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു സാമൂഹിക സ്ഥാപനമാണ് കുടുംബം. അത് ഏതൊക്കെ തരത്തിലാകാം? വിവാഹം വഴി, ജനനം വഴി, രക്തബന്ധം വഴി, അല്ലെങ്കിൽ അഡോപ്ഷൻ വഴി, ദത്തെടുക്കൽ വഴി എന്നിവ. എന്തോ പ്രധാനപ്പെട്ട സ്ഥാപിതം എന്നോട് പറഞ്ഞ ടീച്ചറെ? എന്നിട്ട് പറയണോ? അതായത് ദൈവം സ്ഥാപിച്ച ഏറ്റവും ചെറിയതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു സാമൂഹിക സ്ഥാപനമാണ് കുടുംബം. പ്രധാനപ്പെട്ട സാമൂഹിക കുടുംബം. അതായത് വിവാഹം മൂലം ഒരു കുടുംബം ഉണ്ടാകാം, ജനനം മൂലം ഉണ്ടാകാം, രക്തബന്ധം മൂലം ഒരു കുടുംബത്തിലെ അംഗമാകാം, അതുപോലെ അഡോപ്ഷൻ, ദത്തെടുക്കൽ വഴിയും എന്തോ ചെയ്യാം? ഒരു കുടുംബത്തിലെ അംഗമാകാം. ഇങ്ങനെ എന്നിവയിലൂടെ ബന്ധമുള്ള ആളുകൾ ഒരുമിച്ച് ജീവിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അത് അതുപോലെ നോട്ട് എഴുതണ്ട, നമുക്കറിയാവുന്ന കാര്യങ്ങളാ. ആളുകൾ ഒരുമിച്ച് ജീവിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ഉത്തരവാദിത്തങ്ങൾ പങ്കിടുകയും ചെയ്യുന്ന കൂട്ടായ്മയാണ് കുടുംബം. സത്യമല്ലേ? നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തും അടികൂടിയും എന്താ പറയുന്നത്, പിണങ്ങിയും പിന്നെ കുറുമ്പ് കാണിച്ചും സ്നേഹത്തോടൊക്കെ ഇരിക്കുന്നതാണ് ഒരു കുടുംബം. എപ്പോഴും സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത്? ഇതെല്ലാം കൂടെ ചേരുന്നതാണ് പരസ്പരം ഇണങ്ങിയും പിണങ്ങിയും ഉത്തരവാദിത്തങ്ങൾ പങ്കുവെച്ചും സ്നേഹിച്ചും പോകുന്നത് ഒരു കൂട്ടായ്മയാണ് കുടുംബം. വേണമെങ്കിൽ ഇംഗ്ലീഷിലുള്ള വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. ഫാമിലി ഈസ് ദ സ്മോളസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റഡ് ബൈ ഗോഡ്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ റിലേറ്റഡ് ബൈ മാരേജ്, ബ്ലഡ്, അതായത് രക്തബന്ധത്തിൽ കൂടെ അല്ലെങ്കിൽ ജനനത്തിൽ കൂടെ, ഓർ അഡോപ്ഷൻ, ഹു ലിവ് ടുഗദർ, care for one another and share emotional,
സോഷ്യൽ, സ്പിരിച്വൽ ആൻഡ് ഇക്കണോമിക് റെസ്പോൺസിബിലിറ്റീസ്. ഇത്രയും കാര്യങ്ങൾ ഒത്തുചേർന്ന് ഒരുമിച്ച് ജീവിക്കുന്നതാണ് എന്ത് പറയുന്നത്, ഒരു കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഫാമിലി എന്താണെന്ന്? മനസ്സിലായി മാഡം. ഓക്കെ. നമ്മൾ സാധാരണ പറയും എന്തോ ഈ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയാൻ. അത് അങ്ങനല്ലേ പറയുന്നേ? അങ്ങനെ ഒരു വാക്കിൽ നമ്മൾ കുടുംബത്തെ അങ്ങ് നിർത്തും. പക്ഷെ അങ്ങനല്ല, ഇത്രയും കാര്യങ്ങൾ ഒത്തുചേർന്നതാണ്. ഇമ്പം മാത്രമല്ലല്ലോ കുടുംബത്തിലുള്ളത്. ആ ഇമ്പം ചിലപ്പം പിണക്കങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷെ ആ പിണക്കങ്ങളെയും അതിജീവിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് ഒരു കുടുംബം. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി. ഒരു കുടുംബത്തിന് എന്തൊക്കെ സവിശേഷതകൾ ഉണ്ടെന്നുള്ളതാണ്. എന്തൊക്കെ സവിശേഷതയുണ്ട്? ഒരു കുടുംബത്തിന്റെ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി. ഫസ്റ്റ് വൺ, ഒരു പെർമനന്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും ഒരു കുടുംബത്തിന്, അതായത് സ്ഥിരമായ ബന്ധം. ഫസ്റ്റ് വൺ, പെർമനന്റ് റിലേഷൻഷിപ്പ്, സ്ഥിരമായ ബന്ധം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞ ഒരു കുടുംബത്തിൽ ബേസ്ഡ് ഓൺ മാരേജ്, അതായത് ഒരു വിവാഹത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും ഒരു കുടുംബം. എന്തായാലും ലിവിങ് ടുഗദർ ആയാലും എന്തായാലും ഒരു ബേസ്ഡ് ഓൺ മാരേജ്, അതായത് അപ്പനും അമ്മയും കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിച്ചു, കുഞ്ഞുങ്ങളുണ്ടായി, പിന്നെ അവരുടെ തലമുറകൾ മുൻപോട്ട് പോയി. അതായത് എവിടെ ആയാലും അതിന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ മാരേജിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അതായത് ബേസ്ഡ് ഓൺ മാരേജ്, വിവാഹത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇനി തേർഡ് വൺ, ഇമോഷണൽ അറ്റാച്ച്മെന്റ്. ഒരു വൈകാരിക ബന്ധമുണ്ട് കുടുംബത്തിന്. നമ്മൾ എത്ര ദൂരെ ആയിരുന്നാലും നമ്മുടെ കുടുംബത്തിൽ എത്തിച്ചേരാൻ നമ്മൾ ആഗ്രഹിക്കത്തില്ലേ? അതാണ് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്. നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, മ്യൂച്വൽ ലവ് ആൻഡ് കെയർ. പരസ്പര സ്നേഹവും കരുതലും ഉണ്ട് ഒരു കുടുംബത്തിന്. മ്യൂച്വൽ ലവ് ആൻഡ് കെയർ, പരസ്പര സ്നേഹവും കരുതലും. ഫോർത്ത് വൺ. ഫിഫ്ത്ത്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സാമൂഹിക സ്ഥാപനമാണ് കുടുംബം. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്ഥാപനം, ഇൻസ്റ്റിറ്റ്യൂഷൻ. ആറാമത്തെ, ഇക്കണോമിക് കോർപ്പറേഷൻ. സാമ്പത്തിക സഹകരണം, ഇക്കണോമിക് കോർപ്പറേഷൻ. സെവന്ത്, സ്പിരിച്വൽ ഡെവലപ്മെന്റ്. ആത്മീയ വളർച്ച, സ്പിരിച്വൽ ഡെവലപ്മെന്റ്, ആത്മീയ വളർച്ച. എട്ടാമത്തെ, ചൈൽഡ് നർച്ചറിങ്, അതായത് കുട്ടികളുടെ വളർച്ച. ചൈൽഡ് നർച്ചറിങ്, NURTURING, നർച്ചറിങ്. ഞാൻ ഒന്നുകൂടെ പറയണോ ഈ 8 എഴുതി? ഞാൻ പറയണോ ഒന്നുകൂടെ? എല്ലാവർക്കും മനസ്സിലായില്ലേ കുടുംബത്തിന്റെ സവിശേഷതകൾ? ഒന്ന് ഓടിച്ചു പറയാം. ഫസ്റ്റ് വൺ, പെർമനന്റ് റിലേഷൻഷിപ്പ്, സ്ഥിരമായ ബന്ധം. സെക്കൻഡ്, ബേസ്ഡ് ഓൺ മാരേജ്, അതായത് വിവാഹത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. തേർഡ്, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ്, വൈകാരിക ബന്ധം. നെക്സ്റ്റ്, മ്യൂച്വൽ ലവ് ആൻഡ് കെയർ, പരസ്പര സ്നേഹവും കരുതലും. അടുത്തത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സാമൂഹിക സ്ഥാപനം. നെക്സ്റ്റ്, ഇക്കണോമിക് കോർപ്പറേഷൻ, സാമ്പത്തിക സഹകരണം. അടുത്ത, സ്പിരിച്വൽ ഡെവലപ്മെന്റ്, ആത്മീയ വളർച്ച. 8, ചൈൽഡ് നർച്ചറിങ്, കുട്ടികളുടെ വളർച്ച. അതിന് നമുക്കറിയാം ടൈപ്സ് ഓഫ് ഫാമിലീസ്. കുടുംബത്തിൽ തന്നെ വ്യത്യസ്ത തരമായ കുടുംബങ്ങളുണ്ട് അല്ലേ? ഒന്നാമത്തത് ന്യൂക്ലിയർ ഫാമിലി, അതായത് ആണവ കുടുംബം. അതായത് എന്താ വെച്ചാൽ ന്യൂക്ലിയർ, വെറും
കുഞ്ഞ് ആ ഒരു അർത്ഥത്തിലല്ല, വളരെ ചെറുതായിട്ട് ഉള്ള ആ ഒരു അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും മാത്രമുള്ള കുടുംബം. പേരൻസ് ആൻഡ് ചിൽഡ്രൻ ഒള്ളി. അതായത് മനസ്സിലാക്കിയാൽ മതി, ഞാൻ ഓടിച്ചു പറഞ്ഞു. നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിൽ പഠിക്കാൻ. അതായത് പേരൻസ് ആൻഡ് ചിൽഡ്രൻ ഒള്ളി, അതായത് ന്യൂക്ലിയർ ഫാമിലി. സെക്കൻഡ് വൺ ജോയിന്റ് ഫാമിലി, കൂട്ടുകുടുംബം. അതിനകത്ത് ഗ്രാൻഡ് പേരൻസ് വരും, പേരൻസ് വരും, ചിൽഡ്രൻ ആൻഡ് റിലേറ്റീവ്സ് ലിവ് ടുഗദർ. അതായത് മുത്തശ്ശനെ, മാതാപിതാക്കളെ, എല്ലാരും കൂടെ ചേർന്ന്, മക്കളും എന്നിവർ ഒരുമിച്ച് ചേരുന്ന ഒരു കുടുംബമാണ് എന്താ പറയുന്നത്, ജോയിന്റ് ഫാമിലി. ഇനി വേറൊരു ഫാമിലി എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയും. അതായത് വിപുലമായ ഒരു കുടുംബം. അതായത് ഇൻക്ലൂഡ് ക്ലോസ് റിലേറ്റീവ്സ് ലൈക്ക് അങ്കിൾസ്, ആന്റീസ് ആൻഡ് കസിൻസ്, എല്ലാവരും കൂടെ ചേർന്ന് താമസിക്കുന്ന പണ്ടത്തെ കാലത്തെ കുടുംബം. അതായത് അമ്മാവനെ, അമ്മായി, ബന്ധുക്കളെ. നമ്മുടെ സിസ്റ്റത്തിൽ അത്രയില്ല. നമ്മൾ ഇന്ത്യൻ കൾച്ചറിൽ നോക്കുമ്പോൾ പണ്ടത്തെ ഇതിനകത്ത് ഈ മരുമക്കത്തായ ആ സമ്പ്രദായത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുന്നത്. നമ്മുടെ ക്രിസ്ത്യൻ കൾച്ചറിൽ ആ ഒരു സംവിധാനം കുറവാണ്. അപ്പം ഇന്ത്യൻ കൾച്ചറിൽ നോക്കുകയാണെങ്കിൽ അതുണ്ട്. അമ്മാവൻ, അമ്മായി, ബന്ധുക്കൾ എല്ലാം അവിടെ ചേർന്ന് താമസിക്കുന്ന ഒരു കുടുംബം. ഇനി ഇത് കൂടാതെ വേറൊരു കുടുംബമുണ്ട്, സിംഗിൾ പേരന്റ് ഫാമിലി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് സിംഗിൾ പേരന്റ് ഫാമിലി. അതായത് വൺ പേരന്റ് റേസസ് ചിൽഡ്രൻ, ഒരു രക്ഷിതാവ് മാത്രം മക്കളെ വളർത്തുന്ന കുടുംബം. അതാണ് സിംഗിൾ പേരന്റ്. ഇനി അടുത്ത ഒരു ഫാമിലി ഉണ്ട്, ബ്ലെൻഡഡ് ഫാമിലി, അതായത് മിശ്ര കുടുംബം. നമ്മൾ വിചാരിക്കും അതെന്താണെന്ന്. അതാണെന്ന് വെച്ചാൽ പുനർവിവാഹത്തിലൂടെ രൂപം കൊള്ളുന്ന കുടുംബം. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അത്? ഫാമിലി ഫോംഡ് ആഫ്റ്റർ റീമാരേജ്. അതായത് ഇപ്പൊ നമ്മൾ ആദ്യത്തെ വിവാഹത്തിലെ കുഞ്ഞുങ്ങളും സെക്കൻഡ് മാരേജിലെ കുഞ്ഞുങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കുടുംബം ഇല്ലേ, അതാണ് ബ്ലെൻഡഡ് ഫാമിലി, മിശ്ര കുടുംബം. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം. ഫസ്റ്റ് വൺ ന്യൂക്ലിയർ ഫാമിലി, സെക്കൻഡ് വൺ ജോയിന്റ് ഫാമിലി, തേർഡ് വൺ എക്സ്റ്റെൻഡഡ് ഫാമിലി, ഫോർത്ത് വൺ സിംഗിൾ പേരന്റ് ഫാമിലി, ഫിഫ്ത്ത് വൺ ബ്ലെൻഡഡ് ഫാമിലി. നീ ഇത് മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടെ പറയണോ? മലയാളം മനസ്സിലായല്ലോ? ഇനി അടുത്ത ഫങ്ഷൻസ് ഓഫ് ഫാമിലി. ഒരു കുടുംബത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ബയോളജിക്കൽ ഫങ്ഷൻ, അതായത് ഒരു ജൈവികപരമായ ഫങ്ഷൻ. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്താ ചെയ്യാം? ഗിവിംഗ് ബർത്ത് ആൻഡ് റേസിംഗ് ചിൽഡ്രൻ. സന്താന ഉൽപാദനവും വളർത്തലുമാണ് ഒരു കുടുംബത്തിന്റെ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ. അടുത്തത് സോഷ്യൽ ഫങ്ഷൻ, സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്തം. അതായത് ടീച്ചിങ് സോഷ്യൽ വാല്യൂസ്, സാമൂഹിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നു. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണ. എന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ സ്പീഡ് കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോഴല്ല മറ്റേതിന്റെ. മനസ്സിലായോ? ആൾക്കാർ വേറെ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. സ്പീഡ് കൂടുതലുണ്ടെ പറയണേ. മാഡം രണ്ടാമത്തെ ഒന്നുകൂടെ ഒന്ന് പറയാമോ? അതായത് ഫങ്ഷൻസ് ഓഫ് ഫാമിലിയിലെ അല്ലേ? അതെ, സോഷ്യൽ ഫങ്ഷന്റെ. അതിനകത്ത് ടീച്ചിങ്, ഒന്നാമത്തത് ബയോളജിക്കൽ ഫങ്ഷൻ, രണ്ടാമത്തെ സോഷ്യൽ ഫങ്ഷൻ. അതിനകത്ത് നമ്മൾ ടീച്ചിങ് സോഷ്യൽ വാല്യൂസ്, സാമൂഹിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നു. ടീച്ചിങ് സോഷ്യൽ വാല്യൂസ്, സാമൂഹിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നു. അടുത്ത മൂന്നാമത്തത് എഡ്യൂക്കേഷണൽ ഫങ്ഷൻ. ടീച്ചിങ് നോളജ് ആൻഡ് ഡിസിപ്ലിൻ. അതിനകത്ത് വരുന്നതാണ് ടീച്ചിങ് നോളജ് ആൻഡ് ഡിസിപ്ലിൻ. അതായത് വിദ്യാഭ്യാസവും ശിക്ഷണവും നൽകുന്നു. വിദ്യാഭ്യാസവും ശിക്ഷണവും നൽകുന്നു. അത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എഴുതുന്നുണ്ട്, വരുന്നല്ലേ ഇപ്പൊ? നിങ്ങക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? അല്ല, കുഴപ്പമില്ല. ഞാൻ സ്പീഡാ. പിന്നെ ഇത് കേട്ട് കഴിയുമ്പം ശരിയാകുന്നുണ്ട്. ആദ്യം പെട്ടെന്നൊരു ഇതായിരുന്നു, പിന്നെ യൂട്യൂബിൽ കയറുമ്പം ഓക്കെ. ഓക്കെ. ഇനി അടുത്ത എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇനി അടുത്തത് ഇമോഷണൽ ഫങ്ഷൻ, അതായത് പ്രൊവൈഡിങ് ലവ് ആൻഡ് സെക്യൂരിറ്റി, അതായത് സ്നേഹവും സുരക്ഷയും നൽകുന്നു.
ഇമോഷണൽ ഫങ്ഷൻ. പ്രൊവൈഡിങ് ലവ് ആൻഡ് സെക്യൂരിറ്റി, സ്നേഹവും സുരക്ഷയും നൽകുന്നു. ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്കിത് കേൾക്കുമ്പോഴേ മനസ്സിലാവും നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലുള്ളവരാണ്, നമ്മൾ എന്തൊക്കെയാണ് ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത എക്കണോമിക് ഫങ്ഷൻ. എക്കണോമിക് ഫംഗ്ഷനകത്ത് മീറ്റിംഗ് ഫൈനാൻഷ്യൽ നീഡ്സ്, സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റും. എക്കണോമിക് ഫംഗ്ഷനകത്ത് മീറ്റിംഗ് ഫൈനാൻഷ്യൽ നീഡ്സ്, സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റും. അടുത്ത സ്പിരിച്വൽ ഫംഗ്ഷൻ. ടീച്ചിങ് പ്രയർ ആൻഡ് ഗോഡ്സ് വേർഡ്, പ്രവചനവും പഠിപ്പിക്കുന്നു. ഒന്നുകൂടെ ഞാൻ അത് അത്രയും പറയാം. ഫങ്ഷൻസ് ഓഫ് ഫാമിലിയിൽ ഒന്നാമത്തത് ബയോളജിക്കൽ ഫങ്ഷൻ, അതായത് ഗിവിംഗ് ബർത്ത് ആൻഡ് റേസിംഗ് ചിൽഡ്രൻ, സന്താനോൽപാദനവും കുഞ്ഞുങ്ങളെ വളർത്തലുമാണ് അത്. രണ്ടാമത്തത് സോഷ്യൽ ഫങ്ഷൻ, അതായത് സാമൂഹിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നു, അതായത് ടീച്ചിങ് സോഷ്യൽ വാല്യൂസ്. നെക്സ്റ്റ് എഡ്യൂക്കേഷണൽ ഫങ്ഷൻ, ടീച്ചിങ് നോളജ് ആൻഡ് ഡിസിപ്ലിൻ, വിദ്യാഭ്യാസവും ശിക്ഷണവും നൽകുന്നു. അടുത്തത് ഇമോഷണൽ ഫങ്ഷൻ, പ്രൊവൈഡിങ് ലവ് ആൻഡ് സെക്യൂരിറ്റി, സ്നേഹവും സുരക്ഷിതത്വവും നൽകുന്നു. അടുത്തത് ഇക്കണോമിക് ഫങ്ഷൻ, മീറ്റിംഗ് ഫൈനാൻഷ്യൽ നീഡ്സ്, സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റും. അടുത്തത് സ്പിരിച്വൽ ഫങ്ഷൻ, ടീച്ചിങ് പ്രയർ ആൻഡ് ഗോഡ്സ് വേർഡ്, പ്രാർത്ഥനയും ദൈവവചനവും പഠിപ്പിക്കും. ഇനി അടുത്ത നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി. എന്തൊക്കെയാണ് കുടുംബത്തിന്റെ പ്രാധാന്യം? എന്താണ് നിങ്ങൾ ഒരെണ്ണം പറഞ്ഞ, എന്താണ് കുടുംബത്തിന്റെ പ്രാധാന്യം? ബേസിക് സൊസൈറ്റിയുടെ ബേസിക് യൂണിറ്റ്, അടിസ്ഥാന സമൂഹത്തിന്റെ ആ ഞാൻ പറയട്ടെ എന്നാ. സ്നേഹം. ഫസ്റ്റ് സ്കൂൾ ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ആദ്യ വിദ്യാലയമാണ് സ്കൂൾ. ഫസ്റ്റ് സ്കൂൾ ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ആദ്യ വിദ്യാലയം. രണ്ടാമത്തെ ഫസ്റ്റ് പ്ലേസ് ടു ലേൺ ലവ്, സ്നേഹം പഠിക്കുന്ന സ്ഥലം. മൂന്നാമത്തത് ക്യാരക്ടർ ഫോർമേഷൻ, സ്വഭാവ. പറയാമോ? ഒന്നാമത്തത് ഫസ്റ്റ് സ്കൂൾ ഓഫ് ലവ്, ജീവിതത്തിന്റെ ആദ്യ വിദ്യാലയം. നെക്സ്റ്റ് ഫസ്റ്റ് പ്ലേസ് ടു ലേൺ ലവ്, ഫസ്റ്റ് പ്ലേസ് ടു ലേൺ ലവ്, സ്നേഹം പഠിക്കുന്ന ആദ്യ സ്ഥലം, അല്ലെ സ്നേഹം പഠിക്കുന്ന സ്ഥലം മതി. അടുത്ത ക്യാരക്ടർ ഫോർമേഷൻ, സ്വഭാവ രൂപീകരണം നടക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. അത്രയും വരെ ഓക്കെ ആണല്ലോ. ഇനി അടുത്ത മോറൽ ഡെവലപ്മെന്റ്, ധാർമ്മികമായ വളർച്ച ഉണ്ടാകുന്നത്. മോറൽ ഡെവലപ്മെന്റ്, ധാർമ്മിക വളർച്ച. നെക്സ്റ്റ് ഫെയ്ത്ത് ഡെവലപ്മെന്റ്, ആത്മീയ വളർച്ച. ഫെയ്ത്ത് ഡെവലപ്മെന്റ്, ആത്മീയ വളർച്ച. അടുത്തത് സോഷ്യൽ ഡെവലപ്മെന്റ്, സാമൂഹിക വളർച്ച. ഇനി അടുത്തത് ഇമോഷണൽ സെക്യൂരിറ്റി, മാനസിക സുരക്ഷ. ഒന്നുകൂടെ ഞാൻ പറയാം. ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി, കുടുംബത്തിന്റെ പ്രാധാന്യം. ഒന്നാമത്തത് ഫസ്റ്റ് സ്കൂൾ ഓഫ് ലവ്, ജീവിതത്തിന്റെ ആദ്യ വിദ്യാലയം. അടുത്ത ഫസ്റ്റ് പ്ലേസ് ടു ലേൺ ലവ്, സ്നേഹം പഠിക്കുന്ന സ്ഥലം. അടുത്ത ക്യാരക്ടർ ഫോർമേഷൻ, സ്വഭാവ രൂപീകരണം. അടുത്ത മോറൽ ഡെവലപ്മെന്റ്, ധാർമ്മിക വളർച്ച. ഫെയ്ത്ത് ഡെവലപ്മെന്റ്, ആത്മീക വളർച്ച. സോഷ്യൽ ഡെവലപ്മെന്റ്, സാമൂഹിക വളർച്ച. ഇമോഷണൽ സെക്യൂരിറ്റി, മാനസിക സുരക്ഷ. ഇനി അടുത്ത നമുക്കിനി
ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ഫാമിലിയിലോട്ടൊന്ന് പോകാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമില്ല, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. ബൈബിൾ പഠിപ്പിക്കുന്നത് കുടുംബം മനുഷ്യന് വേണ്ടിയുള്ള ഒരു ദൈവത്തിന്റെ പദ്ധതിയാണെന്നാണ്, അല്ലെ? ബൈബിൾ ടീച്ചേഴ്സ് ദ ഫാമിലി ഈസ് ഗോഡ്സ് പ്ലാൻസ് ഫോർ ഹ്യൂമാനിറ്റി. അതായത് ദൈവം പഠിപ്പിച്ച നമ്മൾ മനുഷ്യന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് എന്താണ് കുടുംബം എന്നുള്ളത്. പിന്നെ ഈ ഒറിജിൻ ഓഫ് ഫാമിലി നമുക്കറിയാം, നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 1:27 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാൻ പറയാമേ. 1:27 പറഞ്ഞിരിക്കുന്നത് ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അപ്പൊ ദൈവത്തിന്റെ സ്വന്തം സാദൃശ്യത്തിൽ ആരെ സൃഷ്ടിച്ചിരിക്കുന്നത്? കുടുംബം അല്ല, ദൈവത്തിന്റെ സ്വന്തം മനുഷ്യരെ, അതായത് മനുഷ്യരെ സൃഷ്ടിച്ചു, അതായത് ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, പെണ്ണുമായി സൃഷ്ടിച്ചു. അതായത് ദൈവം പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചു എന്നുള്ളതാണ്. പിന്നെ ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ, അതായത് പിന്നെ അതിനെ തുടർന്ന് വരുന്നിടത്ത് പറയുന്നത് സന്താനപുഷ്ടിയുള്ളവരാകുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2:18 പറഞ്ഞിരിക്കുന്നത് അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവൻ എന്തോ ചെയ്തത്? തക്കതായ ഒരു തുണയെ കൊടുത്തു. അതായത് ഈ ഉൽപ്പത്തി പുസ്തകം ജെനിസിസ് 2:18 പറയുന്നത് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ മാൻ ടു ബി എലോൺ, മനുഷ്യൻ തനിച്ചായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് തക്കതായ തുണയെ കൊടുത്തു, അങ്ങനെയാണ് ആദാമിന് കൂട്ടായി ഹവ്വയെ കൊടുത്തു. അങ്ങനെയാണ് എന്തോ ചെയ്ത് ഭൂമിയിലെ ആദ്യത്തെ കുടുംബം അവിടെ സ്ഥാപിക്കപ്പെടുന്നു. അപ്പം അടുത്തതാണ് ജെനിസിസ് 2:24 പറയുന്നുണ്ട്, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും എന്നുള്ളതാണ്. അതായത് പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്ന് ഒരു ശരീരമായി തീരുക എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ 2 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, അതായത് ദൈവിക അടിസ്ഥാനത്തിൽ ബിബ്ലിക്കൽ ഫൗണ്ടേഷനിൽ നിന്ന് നമ്മൾ ഇത്രയും നേരത്തെ ഈ പറഞ്ഞ സവിശേഷതകളും എല്ലാ കാര്യങ്ങളും ഈ 2 വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ഒറ്റയ്ക്കിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് തക്കതായ തുണയെ കൊടുത്തു. ആ തുണയും ഇനി എന്ത് ചെയ്യണം? പിന്നെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച്, അവന്റെ അപ്പനെയും അമ്മയും എല്ലാം വിട്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ച്, പിന്നെ അത് കഴിഞ്ഞ് ഒരു സന്താനപുഷ്ടിയുള്ളവരായി തീരണമെന്നും പറഞ്ഞു. അപ്പൊ ഒരുമിച്ച് ചേർന്നു. അതായത് ഇനി നമ്മൾ അടുത്തത് മനസ്സിലാക്കുന്നതാണ് പർപ്പസ് ഓഫ് ഫാമിലി. എന്താണ് ഒരു ഫാമിലിയുടെ പർപ്പസ്, ലക്ഷ്യങ്ങൾ? നമ്മുടെ ക്രിസ്ത്യൻ ഫാമിലിയുടെ അടിസ്ഥാനമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് പൊതുവായിട്ടുള്ള ഫാമിലിയുടെ കാര്യങ്ങൾ. ഇനി നമ്മുടെ ഇതിനകത്ത് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ചേരുന്ന എന്തിനു വേണ്ടിയാണ്? ഫെലോഷിപ്പിന് വേണ്ടിയാണ്, നമ്മുടെ കൂട്ടായ്മയാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. ഫെലോഷിപ്പ്. അടുത്തത് ലവ്. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ഒരുപാട് എഴുതേണ്ട കാര്യങ്ങളൊന്നുമില്ല, മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതായത് ഞാൻ പറഞ്ഞു, ഇത് പറയുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഫെലോഷിപ്പാണ്, ഒരു കൂട്ടായ്മയാണ്. അടുത്ത ലവ് നമ്മുടെ സ്നേഹമാണ്, കമ്പാനിയൻഷിപ്പ്, നമ്മൾ ഒരുമിച്ച് ചേരുന്നൊരു ഇടമാണ് നമ്മുടെ കുടുംബം. റേസിംഗ് ചിൽഡ്രൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അടുത്ത വർഷിപ്പ്, നമ്മുടെ ആരാധനയാണ്. നമ്മൾ എല്ലാവരുടെ ചേരുമ്പോൾ, കുടുംബത്തിൽ എല്ലാവരുടെ ചേർന്ന ഒരു ആരാധനയും കൂടാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. സർവീസ് ടു ഗോഡ്, നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലവും കൂടാണ് നമ്മുടെ കുടുംബം. അതുപോലെ മോറൽ എഡ്യൂക്കേഷൻ, നല്ല ധാർമ്മികമായ വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കുടുംബം. അതുപോലെ സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീയ വളർച്ച ഉണ്ടാകുന്ന ഇടമാണ് കുടുംബം. നിങ്ങൾക്ക് ഒന്നും കൂടെ ഞാൻ പറയാം. ഫെലോഷിപ്പ്, നമ്മൾ ഒരുമിച്ച് ചേരുന്ന ഇടമാണ്. അടുത്ത ലവ്, നമ്മൾക്ക് സ്നേഹിക്കപ്പെടേണ്ട ഇടമാണ്. അടുത്ത കമ്പാനിയൻഷിപ്പ്, നമ്മൾ ഒരുമിച്ച് എല്ലാവരോടും ചേർന്ന് ചെയ്യുന്ന ഒരു കമ്പാനിയനായിട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ റേസിംഗ് ചിൽഡ്രൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സ്ഥലമാണ്. വർഷിപ്പ്, ആരാധനയുടെ ഇടമാണ്. സർവീസ് ടു ഗോഡ്, ദൈവത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. മോറൽ എഡ്യൂക്കേഷൻ, ധാർമ്മികമായ മൂല്യങ്ങളും വിദ്യാഭ്യാസങ്ങളും ഒക്കെ വളർത്തുന്ന സ്ഥലമാണ്. അതുപോലെ സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീയ വളർച്ചയ്ക്ക് ഒരുക്കുന്ന സ്ഥലവും കൂടെയാണ്. ഇനി നമ്മൾ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസിനകത്തോട്ട് പോകാം. നമ്മൾ ദൈവികപരമായി, നമ്മൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ, നമ്മളൊരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് എന്തെല്ലാം പഠിക്കുന്നുണ്ട്?
സ്നേഹം പഠിക്കുന്നുണ്ട് ആദ്യമേ അല്ലേ? നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് എന്ത് പഠിക്കുന്നത്? നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 13:34 നമുക്കതറിയാം. ലവ് വൺ അനദർ, നമ്മൾ വൺ അനദർ, നമ്മൾ പരസ്പരം സ്നേഹിച്ചും കരുതിയും മുൻപോട്ട് പോകുന്ന, അതായത് ലവ് പഠിക്കുന്നത്, സ്നേഹം പഠിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ. രണ്ടാമത്തത് റെസ്പെക്ട് ഈച്ച് മെമ്പർ, നമ്മുടെ കുടുംബത്തിലുള്ളവരെ ബഹുമാനിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അത് റോമൻസ് 12:10 റോമർക്ക് എഴുതിയ ലേഖനം 12:10 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, റെസ്പെക്റ്റിനെ കുറിച്ച്. പിന്നെ അടുത്തെയാണ് ഫൊർഗീവ്നെസ്, ക്ഷമിക്കാനായിട്ട് നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. അത് കൊലോസിയസ് 3:13. നിങ്ങളത് റെഫറൻസ് എഴുതിയിട്ടിട്ട് പിന്നെ നോക്കിയാൽ മതി. ഞാനിപ്പോ കുറെ കാര്യങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് വിശദീകരിച്ച് പറയാനായിട്ട് പോകാത്തത്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഇപ്പൊ പുതിയ കാര്യങ്ങളിലൊക്കെ 3:13 ഫൊർഗീവ്നെസ്, ക്ഷമ. ഇനി അടുത്ത യൂണിറ്റി, ലിവ് ഇൻ പീസ്. അത് നമ്മൾ സങ്കീർത്തനങ്ങൾ 133 വായിച്ചു നോക്കിയാൽ മതി. നമ്മുടെ സമാധാനത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ചെറിയ സങ്കീർത്തനമാണ്. ഇതാ സഹോദരന്മാർ, നമ്മൾ യൂണിറ്റി, എല്ലാവരുടെ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു നമുക്കറിയാമല്ലോ. അതാണ് അതിനകത്ത് പറയുന്നത്. അടുത്ത പ്രയർ, പ്രാർത്ഥനയുടെ ശക്തി, പ്രേ ടുഗദർ. 1 തെസ്സലോനിക്കർ 5:17 അതിനെ കുറിച്ച് പറയുന്നു. ഇനി അടുത്ത ഫെയ്ത്ത്, അത് നമുക്കറിയാം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നുള്ള കാര്യം നമുക്കറിയാം. ബിൽഡ് ഫാമിലി ഓൺ ക്രൈസ്റ്റ്, ജോഷുവ 24:18. ആസ് ഫോർ മീ ആൻഡ് മൈ ഹൗസ് വി വിൽ സെർവ് ദ ലോർഡ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ധൃതി വെച്ച് പറഞ്ഞതല്ല, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ്. അതായത് ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫാമിലിയിൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ലവ് വൺ അനദർ, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക. യോഹന്നാൻ 13:34 അതവിടെ പറയുന്നുണ്ട്. അടുത്ത റെസ്പെക്ട്, പരസ്പര ബഹുമാനം, റെസ്പെക്ട് ഈച്ച് മെമ്പർ, റോമർക്ക് എഴുതിയ ലേഖനം 12:10 പറയുന്നു. ഫൊർഗീവ്നെസ്, ഫൊർഗീവ് ഈച്ച് അതർ, പരസ്പരം ക്ഷമിക്കുക, കൊലോസിയർ 3:13 പറയും. യൂണിറ്റി, നമ്മൾ സ്നേഹത്തോടെ വസിക്കാൻ, ലിവ് ഇൻ പീസ്, സങ്കീർത്തനങ്ങൾ 133. ഇനി അടുത്ത പ്രേയർ, പ്രേ ടുഗദർ, അതായത് 1 തെസ്സലോനിക്കർ 5:17. 1 തെസ്സലോനിക്കർ 5:17. അടുത്തത് ഫെയ്ത്ത്, ബിൽഡ് ഫാമിലി ഓൺ ക്രൈസ്റ്റ്, അതായത് യോശുവ 24:18. ഇനി അടുത്ത ക്രിസ്ത്യൻ മാരേജിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. എന്താണ് ഒരു ക്രിസ്തീയ വിവാഹ ബന്ധം എന്ന് പറയുന്നത്? അതായത് വിവാഹം ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ദൈവം സ്ഥാപിച്ച ആജീവനാന്ത ഉടമ്പടിയാണ്. നമ്മളെ സംബന്ധിച്ച് ക്രിസ്ത്യൻ മാരേജ് എന്ന് പറയുന്നത് ഒരു കവനന്റ് റിലേഷൻഷിപ്പ് ആണ്, ഒരു ഉടമ്പടിയാണ്, നമ്മുടെ ഒരു കവനന്റ് ആണ്. എന്നാൽ ചിലരുടെ അതെന്താകാം, നമ്മൾ ലീഗലി നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്യുമ്പോൾ അതെന്താണ്, അതൊരു കരാറാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതൊരു കരാറാണോ? ഇതൊരു നമ്മൾ നമ്മളെ പറയുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മളെ ഭാര്യയും ഭർത്താവുമായിട്ട് ഇന്നിവിടെ പ്രഖ്യാപിക്കുന്നു, പ്രതിജ്ഞ എടുക്കുമല്ലോ. അപ്പൊ നമ്മൾ എന്താ പറയുക, മരണം വരെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി തുടരും എന്നുള്ള ആ ഒരു ഉടമ്പടിയിലാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇതൊരു അഴിയ ബന്ധം, ഒരു ഉടമ്പടിയിലോട്ടാണ് നമ്മൾ പ്രവേശിക്കുന്നത്, ഒരു കരാറല്ല. കരാറിന് കാലാവധിയുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ വിവാഹ ബന്ധങ്ങളും കാലാവധികളൊക്കെ ഇടയ്ക്ക് വെച്ച് തീരുന്നുണ്ട്. ഞാൻ ഈ അടുത്തിടയ്ക്ക് കണ്ടൊരു ഒരു ഫേസ്ബുക്കിൽ കണ്ടൊരു ഇതാണ്, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ പുതുക്കാറില്ലേ, എക്സ്പയറി ഡേറ്റ് ഇല്ലേ, ഡ്രൈവിംഗ് ലൈസൻസ്. ഇത് തമാശയായിട്ട് മാത്രം എടുക്കാതെ, ഞാനത് ഇപ്പൊ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞത് കൊണ്ടും കരാറും കവനന്റും പറഞ്ഞുകൊണ്ടുള്ള വ്യത്യാസം പറഞ്ഞു. അതിനകത്ത് അന്നേരം പറയാം, ഡ്രൈവിംഗ് ലൈസൻസിന് എക്സ്പയറി ഡേറ്റ് ഉള്ളതുപോലെ മാരേജ് സർട്ടിഫിക്കറ്റിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തമാശക്കേ എടുക്കാവൂ നിങ്ങൾ. അപ്പം അതൊരു കോമഡി ആയിട്ട് മാത്രം കണ്ടാൽ മതി. അതായത് വിവാഹത്തിന് എക്സ്പയറി ഡേറ്റ് ഇല്ല, പിന്നെ അത് യോജിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഡൈവോഴ്സിലോട്ട് പോകുന്നത്. ബാക്കിയുള്ള ഏത് കാർ എടുത്താലും എക്സ്പയറി ഡേറ്റ് ഉണ്ട്, വിവാഹ സർട്ടിഫിക്കറ്റിന് എക്സ്പയറി ഡേറ്റ് ഇല്ല എന്നുള്ള കാര്യം
അതിനകത്തുള്ളൊരു കോമഡി ആയിട്ട് കണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പൊ മാരേജ് ഈസ് എ ലൈഫ് ലോങ് കവനന്റ് ബിറ്റ്വീൻ വൺ മാൻ ആൻഡ് വൺ വിമൺ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗോഡ്. നമുക്കറിയാം മുടി പിന്നുമ്പോൾ എത്ര ഉണ്ട്? നമ്മൾ പുറമേ നിന്ന് മുടി പിന്നിയത് നോക്കുമ്പോ എന്താ കാണുന്നേ? രണ്ട് മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ അതിനകത്ത് മൂന്നാമത് ഒരേഴയും കൂടെ ഉണ്ട്. അതാരാണ്? എന്നെക്കാളും വലിയ യേശു മികച്ച ക്രിസ്തു. വചനമൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പള്ളിയിൽ വിവാഹത്തിന് പ്രസംഗിക്കുമ്പോൾ നിങ്ങളൊക്കെ പറയുന്നതാണ് ഈ വാക്ക്. മുടി പിന്നുമ്പോൾ മുപ്പിടിച്ചവരുടെ അറ്റുപോയത്. ആ അതല്ല, മുടി പിന്നുമ്പോ നമ്മൾ രണ്ടെണ്ണായിട്ടാ പുറമേ കാണുന്നേ, പക്ഷെ മൂന്നെണ്ണം എടുക്കും. അതിനകത്ത് ദൈവം എന്ന് പറയുന്ന ആളിനെ നമ്മൾ പുറമേ കാണുന്നില്ല. അപ്പൊ നമ്മളോട് കൂടെ എപ്പോഴും കാണും. ഭാര്യയും ഭർത്താവിനെ മാത്രമേ പുറമേ കാണുന്നു എങ്കിലും നമ്മുടെ കൂടെ എപ്പോഴും ആരുണ്ട്? കർത്താവ് അല്ലെങ്കിൽ ദൈവം, ജീസസ് നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ യഹോവ നമ്മുടെ കൂടെ എപ്പോഴും കാണുന്നു എന്നുള്ള അതുപോലെ ആയിരിക്കണം വിവാഹബന്ധം എന്നാണെന്നാണ് പറഞ്ഞു തരുന്ന ഒരു എക്സാമ്പിൾ. അപ്പം അതൊരു കരാറല്ല, ഒരു കവനൻ റിലേഷൻഷിപ്പ് ആയിരിക്കണം ക്രിസ്തീയ വിവാഹബന്ധം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഒന്നുകൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പർപ്പസ് ഓഫ് മാരേജിനകത്ത് പറഞ്ഞു കമ്പാനിയൻഷിപ്പ് ഉണ്ട്, ഒരുമിച്ചാണ്. ലവ് ഉണ്ട്, സെക്ഷൽ പ്യൂരിറ്റി, അതായത് ഞാൻ അറ്റുപോകാത്ത വിശ്വസ്തതയുടെയും നിത്യമായ സ്നേഹത്തിന്റെയും എന്നൊക്കെ നമ്മൾ പ്രതിജ്ഞ എടുക്കുമല്ലോ. ആ ഒരു അറ്റുപോകാത്ത വിശ്വസ്തതയും നിത്യമായ സ്നേഹവും നമ്മളോട് എപ്പോഴും കൂടെ കാണാം. അതാണ് സെക്ഷൽ പ്യൂരിറ്റി. പരസ്പരം വഞ്ചിക്കാനും ചതിക്കാനും ഒന്നും പോകുന്നതായിരിക്കരുത് ഒരു ക്രിസ്തീയ വിവാഹബന്ധം എന്ന് പറയുന്നത്. ചൈൽഡ് ബിയറിംഗ്, കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. മ്യൂച്വൽ സപ്പോർട്ട്, പരസ്പരം എപ്പോഴും താങ്ങും. നമ്മൾ എപ്പോഴും എന്താ പറയണ്ടേ? നമ്മളെപ്പോഴും പറയത്തില്ലേ, ഒരു തുണയായിരിക്കണം, താങ്ങും തുണയുമായിരിക്കണം എന്നുള്ളത്. അപ്പൊ അതെ, മ്യൂച്വൽ സപ്പോർട്ട്, പരസ്പരം തുണയായിട്ട് വസിക്കാനായിട്ട് ഇടയാക്കണം. സ്പിരിച്വൽ പാർട്ട്ണർഷിപ്പ്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഒരു ക്രിസ്ത്യൻ വിവാഹ ബന്ധത്തിൽ നമുക്കുണ്ടായിരിക്കണം. ഒന്നാമത്തേത് അറിയാവുന്ന കാര്യങ്ങളാ. കമ്പാനിയൻഷിപ്പ് ഉണ്ടായിരിക്കണം, സ്നേഹം ഉണ്ടായിരിക്കണം, സെക്ഷൽ പ്യൂരിറ്റി ഉണ്ടായിരിക്കണം, ചൈൽഡ് ബിയറിംഗ് അതായത് കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യം അതിനകത്ത്, പിന്നെ മ്യൂച്വൽ സപ്പോർട്ട്, പരസ്പര ബഹുമാനവും, സ്പിരിച്വൽ പാർട്ട്ണർഷിപ്പ്. നമ്മൾ പല വീടുകളിലും ഭാര്യ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്, അല്ലെ ഹസ്ബൻഡ് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക. അതല്ല, നമ്മൾ എല്ലാ കാര്യത്തിലും ഒരുമിച്ച് ഷെയർ ചെയ്യുമ്പോൾ പ്രാർത്ഥനയിൽ നമ്മുടെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. ഇനി അടുത്ത ക്വാളിറ്റീസ് ഓഫ് ക്രിസ്ത്യൻ മാരേജ്. നമ്മുടെ ക്രിസ്ത്യൻ മാരേജിന്റെ ക്വാളിറ്റികൾ എന്തൊക്കെയാണ്? എല്ലായിടത്തും ഉള്ളതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ഇച്ചിരിയും കൂടെ നമ്മുടെ കുടുംബത്തെ നമ്മൾ പൊക്കി പറയുന്നതാണ്. എല്ലാ കുടുംബത്തിലും ഇതൊക്കെ വേണ്ടുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് ക്രിസ്ത്യനെന്നോ ഹിന്ദുവെന്നോ മുസ്ലിം ഒന്നുമില്ല, എല്ലാ കുടുംബത്തിലും വേണ്ട കാര്യങ്ങളാ. ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത ഉണ്ടായിരിക്കണം. കമ്മിറ്റ്മെന്റ്, നമുക്ക് ആ കുടുംബത്തോട് നമുക്കിടയിൽ ഒരു അർപ്പണ ബോധം ഉണ്ടായിരിക്കണം. പിന്നെ ഫൊർഗീവ്നെസ്, ക്ഷമിക്കാൻ കഴിയണം. ഒരു തെറ്റ് കണ്ടാൽ പലപ്പോഴും കുടുംബത്തിൽ പറ്റിപ്പോകുന്നൊരു കാര്യം, ക്ഷമിക്കാൻ കഴിയുന്നില്ല തെറ്റ് കണ്ടു കഴിഞ്ഞാൽ. ഇപ്പൊ ഒരാളില് തെറ്റ് വരാം, അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ അറിഞ്ഞും തെറ്റ് പറ്റാം, അറിയാതെയും തെറ്റ് പറ്റാം. അറിയാതെ തെറ്റിപ്പോയാൽ നമ്മൾ ക്ഷമിക്കും, പക്ഷെ അറിഞ്ഞ് തെറ്റിപ്പോയാൽ നമ്മൾ ക്ഷമിക്കത്തില്ല. അറിഞ്ഞുകൊണ്ടാണ് തെറ്റ് ചെയ്യുന്നത്, ക്ഷമിക്കത്തില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ആ ഒരു ക്ഷമ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഒന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് മാറ്റം ആ കുടുംബത്തിൽ വരാനായിട്ട് കഴിയും. പക്ഷെ പലപ്പോഴും നമുക്ക് ക്ഷമിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പം കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഫൊർഗീവ്നെസ്. ഇതൊന്നും വേണ്ട, രാവിലെ ചില കാര്യങ്ങൾ ചെയ്യാനൊന്ന് താമസിച്ചു പോയാൽ പോലും രാവിലെ പിണങ്ങി പോകുന്ന വീടുകളുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിനോ എന്തെങ്കിലും ചെയ്യാൻ താമസിച്ചാൽ പോലും ക്ഷമിക്കാൻ പറ്റുന്നില്ല. അല്ലെ, നിന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, അല്ലെ നിങ്ങളോട് ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ, എന്തുകൊണ്ട് ചെയ്തില്ല എന്നതിന് വേണ്ട ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണങ്ങി എത്രയോ ഭവനങ്ങൾ ശിഥിലമായി പോയിട്ടുണ്ട്. ഒരു തോർത്തിൽ കുളിക്കാൻ പറ്റാത്തത്, ഒരു സോപ്പിൽ കുളിക്കാൻ പറ്റാത്തത്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ ശിഥിലമായി കൊണ്ടിരിക്കുന്ന കുടുംബമാണ്. അപ്പൊ നമ്മുടെ ക്രിസ്ത്യൻ മാരേജിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ക്ഷമിക്കുക, ട്രസ്റ്റ് ചെയ്യുക. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു വിശ്വാസം വളരെ പ്രധാനമാണ്. ആ വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക. പിന്നെ ഏറ്റവും പ്രധാനം കുടുംബത്തിന് വേണ്ടത്, അത് കൗൺസിലിങ്ങിനകത്തുള്ള കാര്യം തന്നെ, പക്ഷെ കുടുംബത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. ഭാര്യയും ഭർത്താവും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് ശ്രമിക്കുക. പരസ്പരം പലപ്പോഴും എന്തോ ചെയ്യും, തുറന്നു പറച്ചിലുകളില്ല. എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി 100,000 കാര്യങ്ങളുമായിട്ട് വിഷമിച്ചിരിക്കും. അപ്പൊ നമ്മൾ പരസ്പരം വിചാരിക്കും, എന്നെ മനസ്സിലാക്കിയില്ലല്ലോ, അപ്പോൾ തിരിച്ചു വിചാരിക്കും എന്നെ മനസ്സിലാക്കിയില്ലല്ലോ. അപ്പൊ ചിലർക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് കാണത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
നമ്മുടെ കാര്യങ്ങളെ തുറന്നു പറഞ്ഞ് കുറേ കാലങ്ങൾ കഴിയുമ്പോഴത്തേക്ക് പരസ്പരം മനസ്സിലാക്കിക്കൂടും. ആദ്യമൊക്കെ മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് നല്ല ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒരു കുടുംബത്തിലുണ്ടായിരിക്കണം. സാക്രിഫൈസ്. ഇന്ന് ത്യാഗമൊന്നുമില്ല, അതൊക്കെ വളരെ പണ്ടത്തെ കാലത്താണ് ത്യാഗമൊക്കെ ഉള്ളത്. എന്നാൽ കഴിവതും അത്യാവശ്യ സാക്രിഫൈസ് ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ, ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളെ കിട്ടുന്നില്ല എന്ന് കേട്ടിട്ടില്ലേ വിവാഹം കഴിക്കാൻ? ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ള കാര്യം. ഇപ്പം പറയുന്ന നിങ്ങളുടെ അടുത്തെങ്ങാണ് നല്ല പെൺകുട്ടികളുണ്ട്, ആൺപിള്ളേരുണ്ട്, പെൺകുട്ടികളെ കിട്ടും. ആൺപിള്ളേർക്ക് കല്യാണം കഴിക്കാൻ താല്പര്യവും പെൺപിള്ളേർക്ക് കല്യാണം കഴിക്കാനൊട്ട് താല്പര്യവും ഇല്ല. അതാണ് ഞാൻ ഇപ്പം പൊതുവേ കണ്ടുവരുന്നൊരു കാര്യം. എന്നുവെച്ചാൽ പണ്ടത്തെ കാലത്തെ നമുക്കറിയാം, നമ്മുടെ അമ്മമാര് എല്ലാം നമ്മൾ അത്രയൊന്നും ത്യാഗം സഹിക്കുന്നില്ല, എന്നാലും കുറെയൊക്കെ വിട്ടുവീഴ്ചയ്ക്കും ക്ഷമയ്ക്കും ഒക്കെ ക്ഷമിക്കാനും ഒക്കെ പറ്റുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കണ്ടുവരുന്ന പെൺകുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാണ് ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നത്? ഞാൻ എന്തിനാണ് എൻ്റെ ഒരു ജീവിതം അതിനുവേണ്ടി ഒരു വിവാഹം കഴിച്ച് ഞാൻ എന്തിനാണ് അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത്? എൻ്റെ നല്ലൊരു ലൈഫ് എന്തിനാണ് കളയുന്നതെന്ന് പറഞ്ഞ് പെൺകുട്ടികൾ ഇപ്പോൾ 30 വയസ്സായാലും കഴിഞ്ഞാൽ വിവാഹത്തിന് വേണ്ടി അവർ താല്പര്യപ്പെടുന്നുള്ളൂ. അത്രയും കാലമെങ്കിലും ഞങ്ങൾ ഫ്രീ ആയിട്ട് നടക്കട്ടെ എന്നുള്ളൊരു ചിന്തയിലിട്ട് ചെറിയ കാലഘട്ടത്തിൽ തന്നെ വിവാഹം എന്ന് പറയുന്ന അവരൊരു ബന്ധനമായിട്ടാണ് കണക്കാക്കുന്നത്. അതിനെ മനോഹരമായൊരു നേരത്തെ പറഞ്ഞൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് അവർ മാറ്റാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പം അതിന് വേണ്ട കാര്യങ്ങളാണ് റെസ്പെക്റ്റും വേണം, പേഷ്യൻസ്. ഇത് ഫൊർഗീവ്നെസ് എന്ന് പറയുന്ന ഒരു ക്ഷമിക്കാനുള്ള ക്ഷമയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കാര്യം. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കുടുംബത്തിൽ ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ ചിലരെടുത്തടിച്ച് മറുപടി പറയും, പെട്ടെന്ന് ദേഷ്യപ്പെടും. അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ ക്ഷമയോടുകൂടെ കാര്യങ്ങളെ നേരിടാനായിട്ട് ശ്രമിക്കണം. ഞാൻ അതിൻ്റെയൊക്കെ കുറെ എക്സാമ്പിൾ അടുത്തടുത്ത ക്ലാസ്സുകളിൽ പറയാം. ക്ഷമയില്ലാത്തത് കൊണ്ട് വന്നുപോയ ഒരുപാട് പ്രശ്നങ്ങൾ. നമ്മൾ ഇനി റെസ്പോൺസിബിലിറ്റീസ് ചോദിക്കാം. എന്താണ് ഒരു കുടുംബത്തിലെ ഹസ്ബൻഡിന്റെ, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്നാൽ മതി, നോട്ട്സ് ആയിട്ടൊന്നും എഴുതണ്ട. ഇത് പരീക്ഷയ്ക്കൊന്നും ചോദിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പരീക്ഷ നടത്തുന്നതിൽ ഇതൊന്നും ചോദിക്കത്തില്ല. ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. എന്താണ് റെസ്പോൺസിബിലിറ്റീസ്? അതായത് ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ ആരെ സ്നേഹിക്കണം? ഭാര്യയെ സ്നേഹിക്കണം. അതുപോലെ ഹസ്ബൻഡിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? പ്രൊട്ടക്റ്റ്, ഫാമിലിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കുടുംബത്തിലെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ സ്പിരിച്വൽ ലീഡർ ആയിരിക്കണം ആര്? ഹസ്ബൻഡ്. പലപ്പോഴും അവിടെ ആ ഒരു ലീഡർഷിപ്പ് നമ്മുടെ കുടുംബങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പോകുന്നത്? വൈഫായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഒരു സ്പിരിച്വൽ ലീഡർ ആയിരിക്കണം. അതുപോലെ പ്രൊവൈഡർ, എല്ലാം നമുക്ക് തരുന്ന ആള് എന്ന് പറഞ്ഞ ഭർത്താവിന് മാത്രമല്ല ആ റോൾ ഉള്ളത് എന്നല്ല, എന്നാലും നമ്മളെല്ലാം കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ആരിൽ നിന്നാണ്? ഒരു അപ്പനിൽ നിന്നല്ല, ഒരു ഹസ്ബൻഡ്, ഒരു ഭർത്താവിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൈഫ് ചെയ്യേണ്ട തിരിച്ചെന്തോ ചെയ്യണം? റെസ്പെക്ട് ഹസ്ബൻഡിനെ, നമ്മുടെ ഹസ്ബൻഡിനെ ബഹുമാനിക്കാനായിട്ട് ശ്രമിക്കണം. അത് നമ്മളിപ്പം പുറമെ മറ്റുള്ളവരുടെ മുൻപിൽ നല്ല ബഹുമാനത്തോടെ ഇരിക്കുക, കുഴപ്പമില്ല. നമ്മളിപ്പം ഭാര്യയും ഭർത്താവും ആയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലുണ്ടല്ലോ, അവിടെ നമ്മൾ ആ ഒരു ബഹുമാനമല്ല, നമ്മൾ അവിടെ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ പെരുമാറണം. ഞാൻ മനസ്സിലാക്കിയുള്ളത്തോളം കാര്യം, നമ്മുടെ ഏറ്റവും പ്രൈവസി ഉള്ള സ്ഥലത്ത് നമ്മൾ അവിടെ റെസ്പെക്ട് അല്ല കൊടുക്കേണ്ടത്, പക്ഷെ മറ്റുള്ളവരുടെ മുൻപിൽ നമ്മുടെ ഹസ്ബൻഡിനെ റെസ്പെക്ട് ചെയ്യുന്നത് കാണിക്കണം. അടുത്ത കെയർ ഫോർ ഫാമിലി, നമ്മുടെ കുടുംബത്തിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വൈഫിനാണ്. അതുപോലെ സപ്പോർട്ട് ഹസ്ബൻഡ്, പലപ്പോഴും പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ ഹസ്ബൻഡിന്റെ കുറ്റവും കുറവും ഒക്കെ മറ്റുള്ളവരോട് പറയുകയും അങ്ങനെ ഒന്നും ചെയ്യാതെ സപ്പോർട്ട് ചെയ്യണം. മറ്റുള്ളവരുടെ മുമ്പിൽ വീട്ടിൽ വന്നിട്ട് നമ്മൾ അദ്ദേഹത്തെ തിരുത്താനായിട്ട് ശ്രമിക്കണം. മറ്റുള്ളവരുടെ മുൻപിൽ അദ്ദേഹത്തെ കുറ്റം പറയാനായിട്ട് ശ്രമിക്കരുത്. വീട്ടിൽ നമ്മൾ പറയുന്നത് നമ്മുടെ പേഴ്സണൽ സ്പേസിൽ നമ്മൾക്ക് തിരുത്താനും വഴക്ക് പറയാനും അടിക്കാനും ചിരിക്കാനും കളിക്കാനും വഴക്കുണ്ടാക്കാനും എല്ലാം പറ്റിയ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിലും കൂടുതൽ എപ്പോഴും രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തമുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു കുഞ്ഞ് എപ്പോഴും കുഞ്ഞായിരിക്കുമ്പോൾ അറ്റാച്ച്മെന്റ് അമ്മയോട് ആണ്. അപ്പം ആ കുഞ്ഞിന്റെ വളർച്ചയിലും പഠനത്തിലും ഒക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്നത് അമ്മയാണ്. എപ്പോഴും നമ്മൾ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ അമ്മമാരല്ലയോ കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിച്ച, അപ്പന്മാർക്ക് വിഷമം ഇല്ല എന്നല്ല, അവർക്ക് വിഷമമുണ്ട്. പക്ഷെ പ്രത്യക്ഷമായി നമ്മൾ കാണുന്നത് കുഞ്ഞുങ്ങളുടെ പഠനത്തിലും വളർച്ചയിലും ഒക്കെ എപ്പോഴും കൂട്ടായിട്ടിരിക്കുന്നത് അമ്മയാണ്. അസുഖം വരുമ്പോൾ താലോലിക്കുന്നതും എല്ലാം. ഇനി ആ ഒരു കുടുംബത്തിൽ ഭാര്യയുടെ ഭർത്താവിന്റെ റോള് നമ്മൾ പറഞ്ഞു. അതുപോലെ പേരൻസ്, അപ്പനും അമ്മയും അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തോ ചെയ്യണം? അവര് ടീച്ച് ഗോഡ്സ് വേർഡ്, അവര് നമ്മളെ എന്തോ പഠിപ്പിക്കണം?
വേദപുസ്തകത്തെക്കുറിച്ചും നമ്മുടെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് പറഞ്ഞു തരണം. നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിലും നമ്മളെയും എന്തോ ചെയ്യണം, ഡിസിപ്ലിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ അപ്പനും അമ്മയ്ക്കും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഗ്രാൻഡ് പേരൻസിന് അതുണ്ടായിരിക്കണം. അതുപോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മളെ സ്നേഹിക്കുവാനും ഒക്കെ അവര് ശ്രമിക്കണം. കുഞ്ഞുങ്ങൾ ചെയ്യേണ്ട ജോലി ഒബേ പേരൻസിനെ അനുസരിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ റെസ്പെക്ട് എൽഡേഴ്സ്, മുതിർന്നവരെ ബഹുമാനിക്കണം. അതുപോലെ ഓണർ ഫാദർ ആൻഡ് മദർ, നമ്മളെ മാതാപിതാക്കളെ ബഹുമാനിക്കാനായിട്ട് പഠിക്കണം. ഇനിയിപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളാണ് മനസ്സിലാക്കിയാൽ മതി. പ്രോബ്ലംസ് ഇൻ മോഡേൺ ഫാമിലീസ് എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള്? ഞാൻ ഒരെണ്ണം നേരത്തെ പറഞ്ഞു, മോഡേൺ ഫാമിലിയിൽ പെട്ടെന്ന് എന്തോ ആവുന്നുണ്ട്, ഡൈവോഴ്സ് നടക്കുന്നുണ്ടല്ലേ. പ്രോബ്ലംസ് ഇൻ മോഡേൺ ഫാമിലി, ഇപ്പൊ ആധുനിക കുടുംബങ്ങളിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? പെട്ടെന്ന് വിവാഹം ഡൈവോഴ്സിലെത്തുന്നുണ്ട്. അടുത്ത ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനങ്ങൾ നടക്കുന്നു. കേൾക്കാൻ വയ്യേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? നന്നായിട്ട് കേൾക്കാം. മോഡേൺ ഫാമിലിയിലുള്ള പ്രശ്നം ഒന്നാമത്തെ ഡൈവോഴ്സ് ആണ്. അടുത്ത ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ അഡിക്ഷൻ, ലഹരി മരുന്നുകൾക്ക് അടിമകളായിട്ട് കുടുംബത്തിൽ വഴക്ക് നടക്കുന്നുണ്ട്. അടുത്ത ഫിനാൻഷ്യൽ സ്ട്രെസ്, സാമ്പത്തിക പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അടുത്ത പ്യൂർ കമ്മ്യൂണിക്കേഷൻസ്, ആശയവിനിമയ കുറവുണ്ടാകുന്നുണ്ട്. അടുത്ത ടെക്നോളജി അഡിക്ഷൻ, അതായത് മൊബൈൽ, ഇന്റർനെറ്റ് ഇവയുടെ അടിമത്തം. അത് വളരെ ഇന്നത്തെ കാലത്ത് നന്നായിട്ട് വ്യാപിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എല്ലാവരും എന്തോ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ സമയം ഫോണിലാണ്. നമ്മുടെ അടുത്ത് വരുന്ന നമ്മുടെ പാർട്ട്ണറോട് മിണ്ടാൻ നമുക്ക് നേരമില്ല. നമ്മൾ ബെഡ്റൂമിൽ ചെല്ലുമ്പോൾ പോലും ഫോണും എടുത്ത് കൈ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരാൾക്ക് ചിലപ്പോൾ ഉറക്കം വന്നിട്ട് ഉറങ്ങാൻ തുടങ്ങും. അപ്പോഴും നമ്മുടെ അടുത്ത് കിടക്കുന്ന ആളെന്തോ ചെയ്യും, ഫോൺ നോക്കിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ലൈറ്റ് ഓഫ് ആക്കാൻ പറ്റത്തില്ല, നമുക്ക് അവിടെ ദേഷ്യം വരും. ഇപ്പൊ നമ്മൾ തന്നെ പറയും, ഇതെല്ലാം ആലോചിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിയെ ഓർത്തു പോകും. നമ്മൾ തന്നെ പറയും, നിങ്ങൾ ലൈറ്റ് ഓഫ് ആക്കുന്നുണ്ടോ, എനിക്ക് ഉറക്കം വരുന്നുണ്ട് എന്ന് പറയും. നമുക്ക് സംസാരിക്കാൻ നേരമില്ല നമ്മുടെ പാർട്ട്ണറോട്. നമുക്ക് പക്ഷെ ദൂരെ ഇരിക്കുന്ന ആളോട് സംസാരിക്കാനുണ്ട്, സമയമുണ്ട്. നമ്മൾ ചാറ്റ് ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്നു. അത് നന്നായിട്ട് നമ്മുടെ കുടുംബത്തെ, ഇന്നത്തെ കാലത്ത് കുടുംബത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്. അടുത്തിരിക്കുന്ന ഭാര്യയോ ഭർത്താവിനെയോ കുഞ്ഞുങ്ങളെയോ അപ്പനെയോ അമ്മയോ സ്നേഹിക്കാൻ നമുക്ക് സമയമില്ല. പക്ഷെ ദൂരെ ഇരിക്കുന്ന ആൾക്കാരെ എല്ലാം നമുക്ക് സ്നേഹിക്കാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും നമുക്ക് സമയമുണ്ട്. അടുത്ത പ്രാർത്ഥനയുടെ കുറവ്, ലാക്ക് ഓഫ് പ്രയർ. പിന്നെ അടുത്ത വന്ന വിവാഹേതര ബന്ധങ്ങൾ. ഈ വിവാഹേതര ബന്ധങ്ങൾ എവിടുന്നുണ്ടായി? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മൊബൈലും ഇന്റർനെറ്റിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. പ്രോബ്ലംസ് ഇൻ മോഡേൺ ഫാമിലീസ്, ഡൈവോഴ്സ് ഉണ്ടാകുന്നു, ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനങ്ങൾ. അത് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരുപാട് ഡൈവോഴ്സ് ഉണ്ടായതും പിന്നെ അതുപോലെ ആത്മഹത്യ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ ഒരു സമയത്തൊക്കെ ഈ ദുബായിലൊക്കെ നമ്മുടെ മലയാളി പെൺകുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്ത 2 കേസുകൾ നടന്നൊരു സംഭവം. അതുപോലെ കേരളത്തെ മൊത്തം ഞെട്ടിച്ചൊരു സംഭവമാണ് വിസ്മയ കൊലക്കേസ്, MVD. അതെല്ലാം എന്തോ ഗാർഹിക പീഡനങ്ങളും സ്ത്രീധന പ്രശ്നങ്ങളും കൊണ്ടുണ്ടായ മരണങ്ങളാണ്. ഒരുപാടുണ്ട്, പറയാനാണെങ്കിൽ ഒരുപാട് കേസുകളുണ്ട്. അപ്പൊ ഇതുപോലെ അഡിക്ഷൻ, പല കാര്യങ്ങളിലും അടിമപ്പെട്ട്, അതായത് ലഹരി മരുന്നുകൾക്കൊക്കെ മദ്യപാനം മൂലവും ലഹരി. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടില്ലേ, കൊച്ചു പെൺകുട്ടികളാണ്, നിങ്ങൾ എല്ലാവരും അറിഞ്ഞ കാര്യം. താൽക്കാലികമായിട്ട് വർക്ക് ചെയ്തിരുന്ന 2-3 ടീച്ചേഴ്സ് എന്തോ ചെയ്യുന്ന കൊച്ചു കുട്ടികൾക്ക് വരെ എന്തോ കൊടുത്തു. അതായത് അവര് കൊച്ചു പെൺകുട്ടികളെ കേന്ദ്രീകരിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ലഹരി മരുന്നിന്റെ വിൽപ്പന നടത്തിയിരുന്നത്. അപ്പൊ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സിന് വന്ന് അണക്കെടായി എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ചില അഡിക്ഷനുകളിൽ ചെന്നുപെടുന്നത് വളരെ വളരെ വിപത്തുകൾക്ക് കാരണമാകുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതലും ആൺകുട്ടികളെക്കാൾ കൂടുതൽ ഈ അഡിക്ഷൻ കൂടുതൽ ഇപ്പൊ പെൺകുട്ടികളിലാണ്. ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതും അതിന്റെ കാരിയർ ആകുന്നതും പെൺകുട്ടികളാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇനി അടുത്ത വരുന്നത്. ഇനി അടുത്ത നമ്മൾ ഫാമിലി കൗൺസിലിങ്ങിലോട്ട് പോവുകയാണ്. ഇന്ന് ഇത്രയും മതിയോ? അതാ നിങ്ങൾ ബോറടിച്ചോ? ഇല്ല. ബാക്കി എന്തോ? ഇല്ല. ഓക്കെ.
അതായത് ഒത്തിരി കേട്ട് തല പെരുത്തിരിക്കുന്നെങ്കിൽ ഇന്ന് നിർത്തണം എന്ന് വിചാരിച്ചുകൊണ്ടാ ചോദിച്ചത്. ഞാൻ പഠിപ്പിക്കാൻ കുഴപ്പമില്ല, ഞാൻ അങ്ങനെ ചോദിക്കാൻ കാര്യം എനിക്ക് ഒരുപാട് കൗൺസിലിംഗ് ഉള്ള ഒരു ദിവസം എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. എന്ന് വെച്ചാൽ ഈ ആൾക്കാരുടെ പ്രശ്നങ്ങളെല്ലാം കൂടെ ഞാൻ കേട്ട് ഇതിനൊരു സൊല്യൂഷൻ കൊടുക്കണമല്ലോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എനിക്ക് തലവേദന കൊണ്ട് ഇന്ന് പറ്റത്തില്ല. സ്ട്രെസ് ആണെന്ന് തോന്നുന്നു. ഇന്ന് ഇച്ചിരി സന്തോഷം കുറവാ ആണ്. ആ അല്ല ഇന്ന് കുഴപ്പമില്ല. ഇത് ഇപ്പൊ നമ്മൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം വരുമല്ലോ. ഇനി അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് ഇതാവും. നമ്മളും ബ്രെഡിനകത്ത് ജാം തേച്ച പോലെ ആകും. ഇപ്പൊ നമ്മൾ ഇച്ചിരി അകന്നിരുന്നിട്ട് വന്നതിന്റെ സ്റ്റാർട്ടിങ് ഒരു ട്രബിൾ വന്ന് ആ ഞാൻ starting trouble. കേൾക്കുന്നുണ്ടായിരുന്നു. അത് കേൾക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ് എല്ലാം. അതാ അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ സെറ്റ് ആകും. ഞാൻ ഇന്ന് പക്ഷെ ക്ലാസ് എടുക്കത്തില്ലായിരുന്നു. ബിനിച്ചാന് ഞാൻ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞിരുന്നായിരുന്നു. എനിക്ക് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു ഇടുക്കിയിൽ വെച്ച്. 3 ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു. അപ്പോഴ് മഴയായതുകൊണ്ട് ട്രെയിനിങ് മാറ്റി വെച്ചതാണ്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ക്ലാസ് എടുത്തോളാം. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ ഫാമിലി കൗൺസിലിംഗ്. ഫാമിലി കൗൺസിലിംഗ് എന്ന് പറയുമ്പം നമ്മൾ എപ്പോഴും ഇത്രയും നാൾ നമ്മൾ കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരുന്ന ആർക്കാണ്? ഒരാൾക്ക് വ്യക്തിക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ആയിരുന്നു നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ എന്തോ ചെയ്യുന്നത്, എപ്പോഴും ആ വ്യക്തിയുടെ കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ഒരു ഡൈവോഴ്സ് പ്രശ്നമായിട്ട് വരുമ്പോഴും ഫാമിലിയിലെ പ്രോബ്ലം ആയിട്ട് വരുമ്പോഴും ഒരു കുട്ടിയുടെ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നത്, വീട്ടിലുള്ള എല്ലാവരെയും കൂടെ ഒരുമിച്ചിരുത്തിയായിരിക്കും കൗൺസിലിംഗ് നടത്തുന്നത്. അപ്പം ഫാമിലി കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊഫഷണൽ ഹെൽപ്പിംഗ് പ്രോസസ്സാണ്. നമ്മൾ പ്രൊഫഷണലായിട്ട് ഒരു കുടുംബത്തെ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് അതെന്ന് പറയുന്നത്. ഫാമിലി പിന്നെ അതുപോലെ അവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ അവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സോൾവിങ് പ്രോബ്ലംസ് ആൻഡ് സ്ട്രെങ്തനിങ് റിലേഷൻഷിപ്പ്, അതായത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തണം, പ്രശ്നങ്ങൾ പരിഹരിക്കണം, ബന്ധം ശക്തമാക്കണം. അതൊക്കെ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഫാമിലി കൗൺസിലിംഗ് എന്ന്. മനസ്സിലായോ? അതായത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തുക, പ്രശ്നങ്ങൾ പരിഹരിക്കുക, ബന്ധം ശക്തമാക്കുകയും ചെയ്യുന്ന പ്രൊഫഷണൽ സഹായമാണ് കുടുംബ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഫാമിലി കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഇനി അതിന്റെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പൊ ഈ പറഞ്ഞ ഇത്രയും കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഒരു ഫാമിലി കൗൺസിലിംഗിന് വേണ്ടുന്ന ഒബ്ജക്റ്റീവ്സ്, പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, നല്ല ആശയവിനിമയം ഉണ്ടായിരിക്കണം ഫാമിലി കൗൺസിലിംഗ്. ആരൊക്കെ തമ്മിലാ? കുടുംബാംഗങ്ങൾ തമ്മിൽ എന്തുണ്ടായിരിക്കണം? നല്ലൊരു ആശയവിനിമയം ഉണ്ടായിരിക്കണം. ഇല്ലാതായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ നമ്മൾ എന്തോ ചെയ്തു കൊടുക്കണം? അവര് തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി നമ്മൾ എടുക്കണം. ഇനി അടുത്ത ഹെൽത്തി റിലേഷൻഷിപ്പ്, നല്ല റിലേഷൻഷിപ്പ്, നല്ല ബന്ധങ്ങൾ, അവര് തമ്മിൽ നല്ലൊരു ബന്ധം വളർത്താനായിട്ട് ശ്രമിക്കണം. പിന്നെ അടുത്ത കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, അതായത് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കണം. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കണം. ഇനി അടുത്താണ് ഇമോഷണൽ ഹീലിംഗ്. വൈകാരികമായ സൗഖ്യം അവർക്ക് നമ്മളിൽ നിന്ന് കിട്ടണം. ഇമോഷണൽ ഹീലിംഗ്. നെക്സ്റ്റ് പേഴ്സണൽ ഗ്രോത്ത്, ഒരു വ്യക്തിഗതമായ ഒരു വളർച്ച കിട്ടണം. അടുത്ത സ്പിരിച്വൽ ഡെവലപ്മെന്റ്, ആത്മീയമായ പുരോഗതി. ഫാമിലി കൗൺസിലിംഗിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഒബ്ജക്റ്റീവ്സ്: ബെറ്റർ കമ്മ്യൂണിക്കേഷൻസ്, നല്ല ആശയവിനിമയം. ഹെൽത്തി റിലേഷൻഷിപ്പ്, ആരോഗ്യകരമായ ബന്ധങ്ങൾ. അടുത്തത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഇനി അടുത്ത ഇമോഷണൽ ഹീലിംഗ്, വൈകാരികമായ സൗഖ്യം. അടുത്ത പേഴ്സണൽ ഗ്രോത്ത്, വ്യക്തിഗതമായ വളർച്ച. അടുത്ത സ്പിരിച്വൽ ഡെവലപ്മെന്റ്, ആത്മീയ പുരോഗതി. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി പ്രിൻസിപ്പിൾസ്, അതെല്ലാ കൗൺസിലിംഗിന്റെയും പ്രിൻസിപ്പിൾ ഒന്ന് തന്നെ. ഇനി ഫാമിലി ആയാലും ഇൻഡിവിജ്വൽ ആയാലും ഏതായാലും കൗൺസിലിംഗിന്റെ പ്രിൻസിപ്പിൾ ഒന്ന് തന്നെ. അതിനകത്ത് നമ്മൾ ആദ്യം നിങ്ങൾ പറഞ്ഞ എന്താണ് ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞ കൗൺസിലിംഗിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞേ? ഓർമ്മയുണ്ടോന്ന് അറിയണമല്ലോ ഞാൻ പഠിപ്പിച്ച എന്തെങ്കിലും.
കൗൺസിലിംഗിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തുവാ? രഹസ്യമായിട്ട് വെക്കുക കാര്യങ്ങൾ. രഹസ്യമായ സ്വകാര്യത, കോൺഫിഡൻസ്. സ്വകാര്യത. എല്ലാവരും മിടുക്കരാണ്. ഒന്നാമത്തെ പോയിന്റ് തന്നെ അതാണ്. നിങ്ങളൊക്കെ ഭയങ്കര മിടുക്കരും എല്ലാം പഠിച്ച് വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഒന്നാമത്തത് തന്നെ കോൺഫിഡൻഷ്യാലിറ്റിയാണ്. രഹസ്യമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യും. ഒന്നാമത്തെ കോൺഫിഡൻഷ്യാലിറ്റി. സഹായം, കേൾക്കാനുള്ള കേൾക്കാൻ അതെ അതെ അതെ. പറയാം. അതെല്ലാം ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതില്. അടുത്ത റെസ്പെക്ട്. നമുക്ക് നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്നവരോട് ബഹുമാനത്തോടെ പെരുമാറുക. അടുത്ത അക്സെപ്റ്റൻസ്. അവരേത് അവസ്ഥയിലായാലും അവരെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. അടുത്ത എമ്പതി. അതറിയാലോ, വിശദീകരിക്കേണ്ടല്ലോ. അവരുടെ പ്രശ്നം നമ്മുടെ പ്രശ്നമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്ത നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്. ഒരിക്കലും നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാൻ വിധിക്കുന്ന മുൻവിധിയോടുകൂടിയോ അങ്ങനൊന്നും അവരെ നമ്മൾ കാണാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങളെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണ് ഈ നമ്മുടെ വീടിനടുത്തുള്ള ആൾക്കാരും നമ്മളെ കാണാൻ വരത്തില്ല. മനസ്സിലായില്ലേ? നമ്മളിപ്പോ ഒരു കൗൺസിലറായിട്ട് ഇരുന്നാൽ മതി, നമ്മുടെ വീടിന് അടുത്ത് പ്രദേശത്തോ ഉള്ളവർ ഒരിക്കലും നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരത്തില്ല. അതിന്റെ കാര്യം വരുന്നേ. ദൂരന്നേ വരത്തുള്ളൂ. നമ്മളാണെങ്കിലും ദൂരോട്ട് പോകും. ദൂരെ പോകത്തുള്ളൂ. അവര് പറയുന്നത് എന്തോ, ഞാൻ അവിടെ പോയി അവർക്കെല്ലാം എന്റെ കാര്യങ്ങൾ അറിയാം. നമ്മൾ എന്തോ ചെയ്യുന്നതുകൊണ്ട് അടുത്തെങ്ങും പോകത്തില്ല, ദൂരെ പോകത്തുള്ളൂ. അവര് നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ ഇവിടെ തന്നെ എനിക്ക് കൗൺസിലിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ളവരല്ല വരുന്നത്, എല്ലാം ദൂരക്കാരാ വരുന്നത്. കണ്ടും കേട്ട് ഞാൻ പറയും ഞാൻ ഇത്രയും ദൂരെയെന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞ കുഴപ്പമില്ല, എത്ര ദൂരെയാലും കുഴപ്പമില്ല, ഞങ്ങൾ വന്നോളാന്ന് പറയുന്നത്. അടുത്ത ആക്റ്റീവ് ലിസണിങ്. ശ്രദ്ധയോടെ കേൾക്കാനുള്ള മനോഭാവം. ആക്റ്റീവ് ലിസണിങ്. പ്രിൻസിപ്പിൾസ് മനസ്സിലായല്ലോ. ഒന്നാമത്തത് കോൺഫിഡൻഷ്യാലിറ്റി, രണ്ടാമത്തത് റെസ്പെക്ട്, അടുത്ത അക്സെപ്റ്റൻസ് ഉൾക്കൊള്ളാനുള്ള മനസ്സ്, അടുത്ത എമ്പതി സഹാനുഭൂതി, അടുത്തത് നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്, അടുത്ത ആക്റ്റീവ് ലിസണിങ്. ഇനി അടുത്ത പ്രോസസ് ഓഫ് ഫാമിലി കൗൺസിലിംഗ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, അതൊക്കെ തന്നെ ഉള്ളൂ. അസസ്മെന്റ്. പ്രോസസ് ഓഫ് ഫാമിലി കൗൺസിലിങ്ങിന് ഒന്നാമത്തതാണ് അസസ്മെന്റ്. പ്രോസസ്സിനകത്ത് ഒന്നാമത്തെ അസസ്മെന്റ്. അത് നമുക്കറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ മുൻപിൽ വരുമ്പോൾ നമ്മൾ അവരെ അസസ് ചെയ്യണം, നമ്മൾ അവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അവരുടെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് അവരെ അസസ് ചെയ്യണം. അവരുടെ പ്രശ്നം എന്തുവാണെന്ന് ആദ്യം അസസ്മെന്റ് ചെയ്യുക, മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തോ ചെയ്യേണ്ടത്, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. രണ്ടാമത്തെയാണ് അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. മറ്റേ നമ്മൾ ആദ്യം അവരുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ പ്രശ്നമല്ല അസസ് ചെയ്യുക. ഇതെന്തുകൊണ്ടാണ് ഇവർക്ക് പ്രശ്നം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അതിന്റെ ആ പ്രോബ്ലത്തിലോട്ട് നമ്മൾ കടന്ന് ആ പ്രോബ്ലം എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ പ്രോബ്ലം വരാനുള്ള കാര്യം എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അടുത്ത ഗോൾ സെറ്റിംഗ്. അതിനെ പരിഹരിക്കണ്ടേ നമുക്ക്. ഈ പ്രശ്നം നമ്മൾ കേട്ടോണ്ടിരുന്നാൽ പറ്റുമല്ലോ, നമ്മൾ അതിന് പരിഹാരം ഉണ്ടാക്കണം. അതാണ് ഗോൾ സെറ്റിംഗ്. ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റർവെൻഷൻ കൊടുക്കണം. അതിനുള്ള സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുത്ത് അവരെ കാണാതെ പഠിപ്പിച്ചുകൊണ്ട് പോകുന്ന സൊല്യൂഷൻസ് അല്ല. അത് ഇങ്ങനെയൊക്കെ ചെയ്താൽ. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം നടക്കുന്ന സ്ഥലത്ത്, ഇപ്പൊ ഇവിടെ വെള്ളപ്പൊക്കം നടക്കുന്ന, ആ വെള്ളപ്പൊക്കം നടക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ഇരിക്കുവാണോ അവരെ സഹായിക്കുക എന്ന് പറയുന്നേ? അവിടെ ഒത്തിരി സാമൂഹ്യ പ്രവർത്തകരൊക്കെ ചെന്ന് അവരെ സഹായിക്കുന്നു. നമ്മളിപ്പോ വീട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം, നമുക്ക് പൈസ മുടക്കാൻ പറ്റും, നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം, നമ്മളെ ഡ്രസ്സ്, ഫുഡ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നു. പക്ഷെ അവിടെ ഇന്റർവെൻഷന് വേണ്ടി അവിടെ ആൾക്കാർ ചെന്ന് ഇറങ്ങുന്നില്ലേ, ഒത്തിരി വോളണ്ടിയേഴ്സ് എല്ലാം അവരെ സഹായിക്കാനായിട്ട്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ നടത്തുന്ന ഒരു ഇന്റർവെൻഷൻ, അവർക്ക് ഈ കൗൺസിലിങ്ങിന് വരുന്ന ഫാമിലിക്ക് നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞും സഹായിച്ചും നമ്മളുള്ള ഇന്റർവെൻഷൻസ് അവിടെ നടത്തുക. ഇവാലുവേഷൻ. പിന്നെ അതിന് ശേഷം നമ്മൾ അവരെ മനസ്സിലാക്കണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവരിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി നമുക്കറിയണ്ടേ, നമ്മൾ ഇവരെ തിരക്കണ്ടേ. നമ്മൾ കൗൺസിലിംഗ് പ്രശ്നക്കാരെ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് അവര് ഡൈവോഴ്സായി അങ്ങ് പോവുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കൗൺസിലിംഗ് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളൊന്ന് തിരക്കണം. നമ്മൾ പരീക്ഷ എഴുതുന്നെന്ന് പറഞ്ഞതുപോലെ ഇവാലുവേഷൻ നടത്തണം. ഇവര് നന്നായോ പോയോ,
പിന്നെ നമ്മുടെ ഇപ്പൊ ഫാമിലി കൗൺസിലിംഗ് ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ അല്ലാതെ ഒരു ഫാമിലി അല്ലാത്തൊരു കൗൺസിലറിന്റെ അടുത്ത് പോയാൽ അവര് തിരക്കുവോ? അവര് തിരക്കത്തില്ല, അതിന്റെ കാര്യമില്ല. അവർക്ക് വന്ന കൺസൾട്ടിങ്ങിന്റെ പൈസ കിട്ടി, രണ്ടാമത്തെ ദിവസം വന്നോ വന്നില്ലയോ എന്നുള്ളത് അവരുടെ വിഷയമല്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ, നമ്മളൊരു ക്രിസ്ത്യൻ കൗൺസിലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അവര് ആ പ്രശ്നത്തിൽ നിന്ന് മാറിയോ, അല്ലെങ്കിൽ അവരുടെ പ്രശ്നം എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഇവാലുവേഷൻ നമുക്ക് നടത്താനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ചെയ്യണം. കുഴപ്പം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ എന്തോ ചെയ്യണം? നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞു എന്ന് വെച്ചു, എന്നാലും നമുക്ക് അവരെ ഒന്നുകൂടെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യാം. നിങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ, ഇനിയും നിങ്ങൾ ഇതുപോലെ കുറച്ചുകൂടെ നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി ഫോളോ അപ്പ് ചെയ്യും. ഫോളോ അപ്പ് അത്യാവശ്യമാണ്. അല്ലാത്തവരാരും ചെയ്യത്തില്ല, പക്ഷെ ഒരു കൗൺസിലിങ്ങിന് അത്യാവശ്യമായ കാര്യമാണ്. ഇപ്പൊ ഞാൻ കുട്ടികളെ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഫോളോ അപ്പ് ചെയ്യും. അത് ഒരു സുഖം എന്തെങ്കിലും പ്രശ്നമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ കാണാൻ വരാൻ പറയും. സാധാരണ 2-3 ആഴ്ച കാണാൻ വരാൻ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് ഇവരോട് സംസാരിച്ചെങ്കിലേ ഇവര് നോർമൽ ആ ഒരു ലൈഫിലോട്ട് വന്നോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തോളല്ല. അപ്പൊ അതുകൊണ്ട് ഫോളോ അപ്പ് അത്യാവശ്യമാണ് ഫാമിലി കൗൺസിലിങ്ങിൽ. ഇനി അടുത്തതാണ്, ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഇതിനെ തിയറിയിലോട്ട് വരും. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതായത് തിയററ്റിക്കൽ ഫൗണ്ടേഷൻ. അതായത് തിയററ്റിക്കൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ഫാമിലി തെറാപ്പി. അതായത് ഒരു കുടുംബത്തിനൊരു സ്ട്രക്ചർ ഇല്ലേ? തിയററ്റിക്കൽ ഫൗണ്ടേഷനിൽ ഒന്നാമത്തെയാണ് സ്ട്രക്ചറൽ ഫാമിലി തെറാപ്പി. നമ്മുടെ കുടുംബത്തിന്റെ സ്ട്രക്ചർ എന്താ? പേരൻസ്, പിന്നെ ആരൊക്കെയാ? അതായത് നമ്മളൊരു കുടുംബത്തെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, ഫോക്കസ് ഓൺ ഫാമിലി സ്ട്രക്ചറിനെ ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു സ്ട്രക്ചറിനകത്തല്ലേ നിൽക്കുന്ന? കുറെ ബൗണ്ടറീസ് ഇല്ലേ നമുക്ക്? ഒരു കുടുംബത്തിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ബൗണ്ടറി ഉണ്ട്. ഇപ്പൊ നമ്മളൊരു വലിയൊരു കുടുംബത്തിന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ പോലും പറയും, അയ്യോ ഇനി ഞാൻ അങ്ങോട്ട് പോയാൽ മറ്റുള്ളവർ കാണുമല്ലോ എന്നൊക്കെ പറയുന്ന പോലെ കുറെ ബൗണ്ടറീസ് ഉണ്ട്, ഹൈറാർക്കി ഉണ്ട്. നമ്മളെ വല്യപ്പച്ചനെ, വല്യമ്മച്ചി, നമ്മുടെ മാവിമാര്, നമ്മുടെ മാവന്മാര്, നമ്മുടെ എന്താ പറയുന്ന അങ്കിള്, ആന്റി, ഇവരെല്ലാരും അറിയും. അങ്ങനെ ആ ഒരു ഹൈറാർക്കി ഉണ്ട്. പിന്നെ അതുപോലെ കുറെ റോൾസ് ഉണ്ട്. അതാണ് ഒരു സ്ട്രക്ചറൽ ഫാമിലി എന്ന് ഞാൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഗ്രാൻഡ് പേരൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ പേരൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ പേരൻസിന്റെ തന്നെ സഹോദരങ്ങളില്ലേ, സിബ്ലിങ്സ്, പിന്നെ നമ്മുടെ സ്വന്തം സഹോദരങ്ങളുണ്ട്. ഈ ഒരു ഹയറാർക്കിയിൽ ഇങ്ങനെ പെട്ടുകിടക്കുകയാണ്. അപ്പൊ ആ ഹയറാർക്കിയിൽ തന്നെ ഓരോ റോൾസ് ഉണ്ട് ഓരോരുത്തർക്കും. ഇത്രയും ചേരുന്നതാണ്, ഇങ്ങനെ എല്ലാവരും കൂടെ ചേരുന്നതാണ് എന്തോ പറയുന്നത്, ഒരു സ്ട്രക്ചറൽ ഫാമിലി തെറാപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ സ്ട്രക്ചറൽ ഫാമിലി തെറാപ്പിയിൽ എന്തോ ഇവരെല്ലാരും കൂടെ എന്തോ ചെയ്യും? പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് ഇങ്ങ് വരും. അവസാനം പ്രശ്നം വലുതായിട്ട് അങ്ങ് പോകും. ഇനി അടുത്തയാണ് സ്ട്രാറ്റജിക് ഫാമിലി തെറാപ്പി. അടുത്തയാണ് സ്ട്രാറ്റജിക്ക്. സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ, അതിന് ചില സ്ട്രാറ്റജികൾ ഉപയോഗിച്ച്, ചില ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമ്മള് പ്രശ്നങ്ങളെ പരിഹരിച്ചു എന്ന് പറയത്തില്ലേ, അതാണ് സ്ട്രാറ്റജിക് ഫാമിലി തെറാപ്പി. ഒന്നാമത്തത് സ്ട്രക്ചറൽ ഫാമിലി തെറാപ്പി, രണ്ടാമത്തത് സ്ട്രാറ്റജിക് ഫാമിലി തെറാപ്പി. ഈ സ്ട്രാറ്റജിക് ഫാമിലി തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഫോക്കസ് ഓൺ സോൾവിങ് പ്രസന്റ് പ്രോബ്ലംസ്, അതായത് യൂസിങ് പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസ്. അതായത് സ്ട്രാറ്റജിക് എന്ന് ഉദ്ദേശിച്ചത് പ്രസന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലത്തെ ചില പ്രാക്ടിക്കൽ വശങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? അതിനെ പരിഹരിക്കും. അതാണ് സ്ട്രാറ്റജിക് ഫാമിലി തെറാപ്പി. ചെറിയൊരു പ്രശ്നം ഇപ്പം ഉണ്ടെന്ന് വെച്ചോ, ആ പ്രശ്നത്തെ എന്തോ ചെയ്യും? ആരോടെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചായാലും പ്രാക്ടിക്കൽ, അതെ അങ്ങനെയാണ്, നീ ഇങ്ങനെ കാരണങ്ങളെത്താലൊക്കെ ചിന്തിച്ചു നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച്, നമ്മൾ ഭാര്യ ഭർത്താവും തമ്മിലാണെങ്കിൽ തന്നെ ഒരു വഴക്കൂടിയപ്പം ചിലപ്പോൾ ഒരാളയിൽ തെറ്റുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരാളയിൽ തെറ്റില്ല. അന്നേരം ഒരാൾ എന്തോ ചെയ്യുക?
അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല തെറ്റ് ചെയ്തത്, പക്ഷെ ഒരാൾ വിചാരിക്കും അയാൾക്ക് അങ്ങനെ സംഭവിച്ചു പോയി, ഇനി അടുത്ത പ്രാവശ്യം അങ്ങനെ സംഭവിക്കത്തില്ല. അപ്പൊ അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിച്ച് ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് ആ പ്രശ്നത്തെ പരിഹരിക്കുക. അതാണ് സ്ട്രാറ്റജിക് ഫാമിലി തെറാപ്പി. ഫോക്കസസ് ഓൺ സോൾവിങ്, അതായത് ആ പ്രസന്റ് പ്രോബ്ലംസെ ഒരു പ്രാക്ടിക്കൽ വശം ഉപയോഗിച്ച് അതിനെ പരിഹരിക്കുക. അതാണ് സ്ട്രാറ്റജിക്കൽ. ഇനി അടുത്ത എക്സ്പീരിയൻഷ്യൽ ഫാമിലി തെറാപ്പി, അതായത് എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് എക്സ്പീരിയൻഷ്യൽ എന്നതിനെ പറയുന്നത് എക്സ്പീരിയൻഷ്യൽ ഫാമിലി തെറാപ്പി. അപ്പൊ അതായത് ചിലർക്ക് എന്തുണ്ട്, അവരുടെ ഇമോഷൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ അതിനെ ചില എന്താ വെച്ചാൽ അവരുടെ ഇമോഷൻസിനെയൊക്കെ ഭയങ്കര ഇതിലായിട്ട് വരികയും, എന്നാലും എന്നോട് ഇത് ചെയ്തല്ലോ, എനിക്ക് അങ്ങനെ അങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല, എനിക്ക് അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ്, എന്നാലും എന്നോട് അത് വേണ്ടായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് ചെയ്യേണ്ട ഒരു തെറാപ്പിയാണിത്. അതായത് ഫോക്കസ് ഓൺ ഇമോഷൻസ്. അവർക്ക് വേദനിച്ചത് എവിടെ, അവരുടെ ഇമോഷൻസിലാണ് അത് കൊണ്ടത്. ഞാൻ അത്ര വിഷമിച്ചിരുന്നിട്ടും അല്ലെങ്കിൽ എന്നെ കണ്ടിട്ടൊന്നും മൈൻഡ് പോലും ചെയ്തില്ലല്ലോ എന്ന് പറയത്തില്ലേ, നമ്മള് പറയത്തില്ലേ എന്നെ കണ്ടിട്ട് എന്നെ മൈൻഡ് ചെയ്തില്ല. അതൊക്കെ ചിലർക്ക് വലിയ വിഷയമായിട്ട് എടുത്ത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്ന ഇങ്ങനെയൊക്കെയാ. അപ്പൊ നമ്മളെന്ത് ചെയ്യണം, അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചെയ്യേണ്ട ഫാമിലി തെറാപ്പിയിൽ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലർ ഇമോഷൻ ആവും. അപ്പൊ നമ്മൾ ആ ഭാഗം എവിടാന്ന് വെച്ചാൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ സന്തോഷിക്കാനായിട്ട് ശ്രമിക്കും, സന്തോഷം വരും. അതുപോലെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ സങ്കടപ്പെടും. അപ്പൊ നമ്മൾ അവിടെ നോട്ട് ചെയ്യേണ്ടത് അവർ ഏത് ഭാഗം പറഞ്ഞപ്പോഴാണ് അവരുടെ ഏത് ഇമോഷനാണ് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ചിലർക്ക് അതുപോലെ സെൽഫ് എസ്റ്റീം, അവരുടെ സെൽഫ് എസ്റ്റീം അവർക്ക് ഭയങ്കര മുൻഗണനയുള്ളൊരു കാര്യമാണ്. അവരുടെ അതിനെ വ്രണപ്പെടുത്തുന്നതൊക്കെ, അതായത് അവരുടെ സെൽഫ് എസ്റ്റീമിനെ മുറിപ്പെടുത്തുന്നതൊക്കെ അവർക്ക് വളരെ വേദന ഉളവാക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അവരുടെ പേഴ്സണലായിട്ട് എന്തെങ്കിലും അവരെ കളിയാക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ കൗൺസിലിങ്ങിന് വരുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഫോക്കസസ് ഓൺ അവർ ഇമോഷൻസ് മുൻപിൽ വരുന്നതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ, ഇപ്പം ഭർത്താവ് ചിലപ്പം ഭാര്യയുടെ കാര്യമായിരിക്കും പറയുന്നത്, അത് പറയുമ്പോൾ ചില വൈഫ് അന്നേരം അവിടെ ദേഷ്യപ്പെടും. അപ്പൊ നിങ്ങൾ അതവിടെ നോട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് അന്നേരം അവിടെ ഭാര്യ അവിടെ തർക്കിക്കാനായിട്ട് ശ്രമിച്ചത്? അല്ലെങ്കിൽ തിരിച്ചും ഇതുപോലെ തന്നെ സംഭവിക്കാം. ഭർത്താവിന്റെ ഒരു കാര്യം ഭാര്യ പറയുമ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ട് അവിടെ അന്നേരം അവിടെ ഇരുന്ന് അവർ വഴക്കൂടും. അന്നേരം അവിടെ ഇരുന്ന് തർക്കിക്കുമ്പോൾ നമ്മൾ അതിനെ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഇത് കൂടുതലും വരുന്ന ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് സെൽഫ് എസ്റ്റീം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയൊക്കെ ചെയ്യുന്ന പ്രശ്നങ്ങൾ വരും. അപ്പം അതിനാണ് പറഞ്ഞ എക്സ്പീരിയൻഷ്യൽ ഫാമിലി തെറാപ്പി. അത് നമുക്ക് മനസ്സിലാക്കുന്ന നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടേ നമുക്കത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ ആ ഇമോഷൻസിനെ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പാർട്ടാണ്. സ്ട്രാറ്റജിക് ഫാമിലി തെറാപ്പി ഉണ്ട്, സ്ട്രക്ചറല്, സ്ട്രാറ്റജിക്, എക്സ്പീരിയൻഷ്യൽ. ഇനി ലാസ്റ്റ് ആണ് ഇന്നത്തേനകത്തെ, അതുകൂടെ അങ്ങ് പറഞ്ഞങ്ങ് തീർക്കാം. അതായത് സിസ്റ്റംസ് തിങ്കിങ്. അതായത് സിസ്റ്റം തിങ്കിങ് എന്താന്ന് വെച്ചാൽ കുടുംബത്തിലെ ഓരോ അംഗവും മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ഒരു പരസ്പര ബന്ധിതമായ ഒരു സംവിധാനമാണ് കുടുംബം. അത് വിശദീകരിക്കുന്ന ഒരു സമീപനമാണ് ഈ സിസ്റ്റം തിങ്കിങ് എന്ന് പറയുന്നത്. സിസ്റ്റംസ് അല്ല, സിസ്റ്റംസ്, SYSTMS, സിസ്റ്റംസ് തിങ്കിങ് എന്ന് പറയുന്നത് അതിനൊരു മറ്റൊന്ന് പറയാനില്ല. സിസ്റ്റംസ് തിങ്കിങ് കുടുംബത്തിലെ ഓരോ അംഗവും മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന പരസ്പര ബന്ധിതമായ ഒരു സംവിധാനമാണ് കുടുംബം. അപ്പൊ അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. നമ്മുടെ ഒരു കൊച്ചുകുട്ടി ഒരു പ്രശ്നവുമായിട്ട് ഒരു കൗൺസിലറെ കാണാൻ ചെല്ലുമ്പോൾ എന്തുമായിരിക്കും നമ്മളെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് പിന്നെ എന്തായിരിക്കും ചോദിക്കുന്നത്? വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കും. അച്ഛനും അമ്മയും ഉണ്ടെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അച്ഛൻ എന്താ ജോലി, അമ്മയ്ക്ക് എന്താ ജോലി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ എന്തോ ചെയ്യും, ഫാമിലി ഹിസ്റ്ററി കേൾക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ അവിടെ അച്ഛനും അമ്മയും പിണങ്ങി നിൽക്കുകയാണോ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടോ, അല്ലെങ്കിൽ അച്ഛൻ നിന്നെ ശ്രദ്ധിക്കാറുണ്ടോ, അമ്മ നിന്നെ ശ്രദ്ധിക്കാറുണ്ടോ, അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞാൽ നിന്റെ സഹോദരങ്ങൾ ആരൊക്കെയാണ്,
ഇതൊക്കെ പറഞ്ഞ് നമ്മൾ എന്താ വെച്ചാൽ കണക്റ്റഡ് ആയി പോകും. മനസ്സിലായോ? അതാണ് ഒരു സിസ്റ്റം തിങ്കിങ് എന്ന് പറയുന്നത്. കുടുംബത്തിലെ ഓരോ അംഗവും മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന പരസ്പര ബന്ധിതമായ ഒരു സംവിധാനമാണ് കുടുംബം എന്ന് പറയുന്നത്. അതാണ് സിസ്റ്റംസ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇച്ചിരി ഇംഗ്ലീഷ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സിസ്റ്റം തിങ്കിങ് വ്യൂസ് ദ ഫാമിലി ആസ് ആൻ ഇന്റർകണക്റ്റഡ് ഇമോഷണൽ സിസ്റ്റം ഇൻ വിച്ച് ഈച്ച് മെമ്പർ അഫക്ട്സ് എവരി അതർ മെമ്പർ. മനസ്സിലായോ? അതായത് ഒരു വീട്ടിലെ ഒരാളുടെ ഇമോഷൻസ് ആരെയും ബാധിക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിലുള്ളവരെയും ബാധിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞിന് വിഷമമായിട്ടിരുന്നാൽ എന്താ ചെയ്യും? അത് അപ്പനെയും അമ്മയും ബാധിക്കുന്നുണ്ട്. വീട്ടിൽ അച്ഛനും അമ്മയും വിഷമിച്ചിരുന്നാൽ, പപ്പായും അമ്മയും വിഷമിച്ചിരുന്നാൽ അത് ആരെയും ബാധിക്കുന്നുണ്ട്? കുട്ടികളെയും ബാധിക്കുന്നുണ്ട്. അതാണ് സിസ്റ്റംസ് തിങ്കിങ് എന്ന് പറയുന്നത്. ഉറക്കം വരുന്നോ? ബോറടിച്ചെങ്കിൽ നിർത്താം, ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. എന്താ വേണ്ടേ? പറഞ്ഞോ. ഇന്ന് തീർക്കണോ അതോ അടുത്ത ദിവസം തീർത്താ മതിയോ? അടുത്ത ക്ലാസ് മതി. ഓക്കെ. എനിക്ക് മനസ്സിലായി. ഒരുപാടായി കഴിയുമ്പോൾ നമുക്ക് ബോറാവും. ഓക്കെ, എന്നാ മനസ്സിലായല്ലോ? ഇന്ന് പഠിപ്പിച്ചേക്കാൻ മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ, എന്നാ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളത്തേക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ? അയ്യോ, എന്നാ പിന്നെ ഓക്കെ, പോയി ഭക്ഷണമൊക്കെ